ഹായ് ഗായ്സ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാൾക്ക് ശേഷമല്ല, നമ്മളൊരു കറണ്ട് അഫയേഴ്സിനെ പറ്റി സംസാരിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ കറണ്ട് അഫയേഴ്സ് കുറച്ച് നാള് മുന്നേ നടന്നൊരു കറണ്ട് അഫെയർ ആയിരുന്നു. പാസ്റ്റ് അവയർനെസ്. അപ്പൊ അതാ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അല്ലേ? സെലിബ്രിറ്റീസ് അല്ലെ? അതെ അതെ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് എന്താ ഇങ്ങനെ പറ്റുന്നേ, നമുക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ, മൊത്തത്തിൽ ഒരു ഡൗൺഫോൾ അല്ലെ? ഡൗൺഫോൾ എന്നല്ല, നമുക്ക് എന്താ മൊത്തത്തിൽ എല്ലാരും ആൾക്കാർക്കൊരു വിലയില്ല, ആൾക്കാർക്കൊരു വിലയില്ല. നമ്മളെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടും കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടും അവർക്ക് നമ്മളെ ഒന്നും ബഹുമാനിക്കുന്നില്ല. ഫേമസ് ആയവരെ ഒട്ടും ബഹുമാനമേ ഇല്ല. പണക്കാരെ ബഹുമാനിക്കാൻ പഠിക്കുക എന്ന് പറയും പോലെ ഫേമസ് ആയവരെ ഒരു വിലയില്ലാത്ത ഒരു സ്വഭാവം മലയാളിക്കിടയിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സിനുമാണ് കൂടുതലായിട്ട് അവര് അറ്റാക്ക് ചെയ്യുന്നത്. അതെ അതെ, അറ്റാക്ക് ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. ഡൗൺഫോൾ കാണാൻ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇങ്ങനെ കൊതിച്ചിരുന്ന പോലെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പേളി മാണിയുടെ ഒരു വിഷയത്തിനെ കുറിച്ചാണ്. പേളി മാണി ഇതിനിടയ്ക്ക് നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ അവര് പുള്ളിക്കാരി ക്ലാരിഫിക്കേഷൻ ആദ്യം ഐ ആം സോറി ഇട്ടിരുന്നു, അത് പിന്നീട് ടൈറ്റിൽ മാറ്റി ക്ലാരിഫിക്കേഷൻ ആക്കി, എന്നിട്ട് അതും എടുത്ത് കളഞ്ഞു. കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കിയല്ലേ, നമുക്ക് എടുത്ത് കളയാം, നമുക്ക് പേര് മാറ്റാം, ചെയ്യാം. നമ്മളെ യൂട്യൂബ്, നമ്മുടെ ഇത്, നമ്മൾ ഐ ആം സോറി എന്ന് പറയും, അടുത്ത നമ്മൾ ക്ലാരിഫിക്കേഷൻ എന്ന് പറയും, അടുത്ത പെട്ടെന്ന് വലിക്കും. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്, നിങ്ങളത് കാണുക, അത്രേ ഉള്ളൂ. കണ്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്ന് റിമൂവ് ആക്കിയതിന് ശേഷം പുള്ളിക്കാരുടെ വ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി. അപ്പൊ അതിങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗൺഫോൾ ഈസ് റിയൽ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ഭയങ്കര കാത്തിരുന്ന് കിട്ടിയ ഒരു കനി പോലെയായിരുന്നു ആ ഒരു ഡൗൺഫോൾ. അതെ അതെ, അത് ഡൗൺഫോൾ എന്ന് പറയാൻ പറ്റൂല. കാര്യം ഇനി പുള്ളിക്കാരി കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാക്കാൻ അറിയാന്നുള്ളവർക്ക് 40K 30K ഒക്കെയാണ് വ്യൂസ്. 46 പതുങ്ങുന്നത് എന്തിനാ? അല്ല, കരടി പതുങ്ങുന്നത് എന്തിനാ? കരടി പതുങ്ങുന്നത് എന്തിനാ? അതറിയാം. അതല്ല, 46 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്കാണ് 40K വ്യൂസ്. നമുക്കൊക്കെ ആണെങ്കിൽ അത് പുത്തരിയല്ല. നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബർ അല്ലേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1,00,000 10 എന്ന് പറയുമ്പോ 10%. ഓ, ഇത് 10%. ഇത് 40% വ്യൂസ് ഉണ്ടല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ. ഇത് 0.4% ആയിരിക്കും. 1%. ഓ, 1% ആയിരിക്കും. അല്ലെങ്കിൽ 10% എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും നമ്മളെക്കാട്ടിയും ശതമാനക്കണക്കിന് കുറവാണെന്ന് തോന്നുന്നത്. നമുക്കത് ഹെൽപ്പ് ചെയ്യണം അല്ലേ? ചെറിയ യൂട്യൂബേഴ്സിനെ നമ്മളൊക്കെ ഒരേ ലെവലായല്ലോ അല്ലേ? ഞാൻ നിങ്ങളുടെ ലെവലോ? നീയൊക്കെ ആരോടാണ്? അപ്പൊ ആ ഒരു സംഭവമാണ്. എവിടെയുണ്ടാ പഴച്ചത് ഉല്ലാസേ, നിനക്ക് തോന്നണം? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. എനിക്ക് അന്നത്തെ ആ ഒരു സ്റ്റോറിയാണ് മെയിൻ റീസൺ. സംഭവം മറ്റേ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരുന്നപ്പോ അല്ല, ആ സ്റ്റോറി ഇട്ട് അത് ഇത് കഴിഞ്ഞ് പിന്നെ ക്ലാരിഫിക്കേഷൻ കൂടെ വന്നപ്പോഴത്തെ അതല്ല, സ്റ്റോറി ഇട്ടതിന് ശേഷം വേറൊരു സിബി മലയന്റെ മോൻ ഒരു വിമർശിച്ചല്ലോ. അത് കണ്ട് ദേഷ്യം വന്നിട്ട് കൈ നിന്നില്ല, പ്രതികരിക്കാൻ ഭയങ്കര വെമ്പല് കൂടും. എന്ന് വെച്ചാൽ നമുക്ക് ഈ അഹങ്കാരം എന്ന് പറയണ സാധനമില്ലേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരാൾ വിമർശിക്കുന്നു കഠിനമായി, നമുക്ക് റിപ്ലൈ ചെയ്യണ്ടേ? അങ്ങനെ ഒരു നമ്മള് തകർച്ചയ്ക്ക് തൊട്ട് മുമ്പ് ഭയങ്കര ഇതായിരിക്കും, അഹങ്കാരമായിരിക്കും, ഭയങ്കര അഹങ്കാരമായിരിക്കും. അപ്പോഴാണ് ഏറ്റവും വലിയ അഹങ്കാരം ആയിരിക്കണം. അറിയാം, എനിക്ക് ഒരുപാട് കാര്യങ്ങളല്ലേ, അനുഭവങ്ങളുണ്ടല്ലോ. അപ്പോഴേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും പ്രതികരിക്കാൻ വേണ്ടി ഇരുന്ന്. പിന്നെ പുള്ളിക്കാരിയുടെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യണ ഒരു ഇമേജാ. അപ്പോഴീ ഫെയിൽഡ് ഡയറക്ടർ എന്ന്, ഇത് ഒരു ചായവോ ഒരു പാർട്ടിയുടെ ചായവോ അത് മാത്രമല്ല, ഈ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചപ്പോഴേ എക്സ്പോസ്ഡ് ആയി. അതെ, അത് എനിക്ക് തോന്നുന്നു മറ്റേ പുള്ളിക്കാരനും അതങ്ങ് ആ
മൊമെന്റ് അങ്ങ് എടുത്തു ഇത് വേണമെങ്കിൽ എന്റെ അച്ഛന്റെ തലയിലാക്കിയിട്ട്. അത് പുള്ളിക്കാരന്റെ സിബി മലനെ അല്ല പറഞ്ഞത്, പക്ഷെ പുള്ളിക്കാരി അത് നോക്കിയത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ആ പ്രൊഫൈൽ എടുത്ത് നോക്കി കാണും. അപ്പോഴ് ആ പടം സിനിമ കണ്ട് എന്തോന്നും സിനിമയുടെ പേരെന്തോന്നാണ്, കൊന്ത് അങ്ങനെ എന്തോ ആണ്, കൊത്ത് സോറി. അപ്പോൾ ആ സിനിമ സിബി മലനെ ഡയറക്ട് ചെയ്ത. അപ്പോഴീ പേളി ചിലപ്പോ അതൊന്നും അത്രയ്ക്ക് നോക്കി കാണൂല. ചിലപ്പം പോസ്റ്റർ കണ്ടിട്ട് ഞാൻ കേട്ടിട്ടില്ലാത്ത പേര്, പൊട്ടിയ സിനിമ ഇത് സംവിധാനം ചെയ്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചതാ ആയിരിക്കാം, അങ്ങനെ തോന്നുന്നു. അങ്ങനെ എനിക്ക് അല്ല പയ്യന് കുറച്ച് അനുഭവങ്ങളും ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു, അത്രേ അങ്ങനെ വിളിച്ചതായിരിക്കും. അപ്പോഴങ്ങനെ വിളിക്കുമ്പോഴ് തിരിച്ച് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്തത് ഫെയിൽഡ് ഫിലിം മേക്കർ. പുള്ളി ഫിലിം മേക്കർ അല്ല, പുള്ളി ഡയറക്റ്റേ ചെയ്തിട്ടില്ല. എന്തോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇതേപോലെ അച്ഛന്റെ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോഴ് പുള്ളിയും വിചാരിച്ച് ഓപ്പർച്യൂണിറ്റി വിചാരിച്ചു അതും കൂടെ ഇട്ട്. പിന്നെ എല്ലാം സ്റ്റോറി ഡിലീറ്റ് ചെയ്താലും വലിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുമല്ലോ ഇന്റർനെറ്റിലെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ച്, പിന്നെ ഐ ആം പേളി മണി. അത് പണ്ട് നമ്മള് ബിഗ് ബോസിൽ നിന്നപ്പോഴേ നമുക്കറിയാം. പണ്ട് നീ കേട്ടിട്ടില്ലേ, ഐ ആം പേളി മാണി. അതെ അതെ. അപ്പോഴേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് വെച്ചാൽ ഞാൻ പേളി മണി ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വെച്ചാൽ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു എന്ന് വെച്ചാൽ എന്റെ മുകൾ, ഞാൻ നിങ്ങളെക്കാൾ മുകളില. ഇത് കറക്റ്റ് ആ സമയത്ത് ഇട്ടിരുന്നെങ്കിണ്ടല്ലോ പേളി മണിക്ക് 30,000 വ്യൂവേഴ്സ് പോലും കിട്ടൂലെന്നു. 10,000-ലേക്ക് വല്ലതും പോയത്. അല്ലടാ സീരിയസ്ലി, ഒരാളെ അങ്ങനെ ഒരു മോട്ടിവേറ്റർ അല്ലേ, ഒരു മോട്ടിവേറ്ററും ഞാൻ ഇത്രയും ആയിട്ട് ഒരു ഇതാവണം. അപ്പോഴും ഫീൽഡ് ഫിലിം മേക്കർ എന്ന് വിളിക്കുമ്പോ ഐ ആം പേളി മാണി. നിങ്ങൾ ഏത് ചാനലാണ് കാണുന്നത്? എനിക്ക് അതൊന്നും കാണണം. പക്ഷെ അല്ല, എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അതിനുശേഷവും കുറച്ച് ഈ 1 ലക്ഷവും 2 ലക്ഷവും വ്യൂസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പുള്ളിക്കാരി ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ വന്നിട്ട് ഉപദേശിക്കും. ഈ അങ്ങനെയല്ല, നമ്മൾ ഇത് പറഞ്ഞിട്ട് മറ്റേ കുറെ അപ്പോളജി വീഡിയോസ് പണ്ട് ഇംഗ്ലീഷുകാരന്മാരൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഇത് സ്ക്രിപ്റ്റഡ് തന്നെ, പക്ഷെ ഇതില് ഈ ഉപദേശിഫൈ അത് ശരിയാ. അത് മറ്റേ അവര് വന്നിട്ട് ഒരു മാനിയായിട്ട് ഞാൻ ഇത് പറഞ്ഞു പോയി. ഉപദേശം അല്ലല്ലോടാ, അതില് പുള്ളി പോസ്റ്റ് ചെയ്ത് എഴുതിയിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, ഞാൻ നമ്മൾ പണ്ട് മറ്റേ പദ്യമൊക്കെ വായിക്കുമ്പോഴേ മലയാളത്തിൽ, പ്രത്യേകിച്ച് മലയാളത്തിൽ പദ്യമൊക്കെ കവി ഉദ്ദേശിച്ചത് അനുഗമിച്ചാണ്, അങ്ങനത്തെ ഒരു ടോണ്. ഞാൻ അപ്പോ നോ, ഞാൻ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. അപ്പോ എന്താ ഞാൻ വിചാരിച്ചത്, അവരങ്ങോട്ട് പോയി. എന്നിട്ട് പുള്ളിക്കാര് ഫെയിൽഡ് ഫിലിം മേക്കർ അങ്ങനെ ഒരാളെയും വിളിക്കാൻ പാടില്ല. അങ്ങനെ നമ്മളാരെ വിളിച്ചതുപോലെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ വിളിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ബാക്കിയുള്ളവരുടെ തലയിൽ ഇട്ടുതരുന്ന പോലെ. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയും പിന്നെ അതിൽ തന്നെ കുറെ ബാക്ക്ലാഷ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി പണ്ട് ഇങ്ങനെ പോസിറ്റീവ് കമന്റുകൾ മാത്രം കണ്ടിട്ടുള്ളൂ എന്നുള്ള ഒരു ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, പോസിറ്റീവ് നെഗറ്റീവ് വരാറില്ല. എനിക്ക് അത് അതിന് മുന്നേ അവര് ഡിലീറ്റ് ചെയ്ത അല്ല അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്ക് നെഗറ്റീവ് വരാറില്ല, കാരണം എന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാള് പോലും എന്നെ പറ്റി മോശം പറയാറില്ല. അങ്ങനെയാ ഉദ്ദേശിച്ചത്. അത് പറയും പോലെ ഇപ്പോഴൊരു നെഗറ്റീവ് കമന്റ് പോലും വരാറില്ല എന്ന് അത് നമ്മൾ വിശ്വസിക്കണം, മനസ്സിലായില്ലേ? അത് ബാക്കിയുള്ളവരിരുന്ന് കാരണം ഇപ്പം ചാനലിലാണെങ്കിൽ കമന്റ് ഒന്നും വരില്ല. അത് മലയാളികൾ ഉണ്ടായിരുന്ന സാധനമല്ല, എല്ലാം അവരെ പറ്റിക്കാലോ. കാരണം യൂട്യൂബിൽ ഇടണമെങ്കിൽ എന്തായാലും കമന്റ്സ് ഓൺ ചെയ്തിടണം. ഒരെണ്ണമെങ്കിലും എന്തൊക്കെ നന്മ ചെയ്താലും ഏതെങ്കിലും അത് ചിലപ്പോ
നീ എന്നെ മറ്റേ അന്ന് ചാറ്റിൽ തന്നെ മറ്റേ ഫണ്ടാ ദാസൻ ഫണ്ണ് ദാസൻ ഫണ്ടാ അതേപോലെ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. ഇത് ഈ കമന്റ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ അല്ല അത് തന്നെ. പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും വയ്യ പുള്ളിക്കാരിക്ക്. ഈ വിമർശനവും ചെറിയ ഇത് എനിക്ക് നെഗറ്റീവേ വരാറില്ല, അങ്ങനത്തെ ഒരു റൂട്ടിലോട്ടാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അതും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ ക്ലാരിഫിക്കേഷൻ വീഡിയോണ് കൂടുതൽ അതിന് മറ്റേ ഇതായത്, കാറ്റലിസ്റ്റ് ആയത്. അതെ അതെ, മൊത്തത്തിൽ അങ്ങോട്ട് സ്വന്തം കുഴി ഞാൻ തന്നെ തോണ്ടണ ഒരു ഇതായിപ്പോയി. അത് ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മള് ചെയ്യണ ഇത് നമുക്ക് പിടിവിട്ട സമയത്തെ ചെയ്യണ കാര്യങ്ങളായിരിക്കും അതിന് പ്രശ്നമാണ്. നമ്മൾ തന്നെ ചെയ്യണ കാര്യം തന്നെ ആയിരിക്കും അതിന് പ്രശ്നമാണത്. അല്ല, ക്ലാരിഫിക്കേഷൻ വീഡിയോക്ക് തന്നെ ഇപ്പം ഇത് ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, പോസ്റ്റ് പറഞ്ഞ് അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റ് ഇട്ട് അതിന് സോറി എന്നുള്ള സാധനം പറഞ്ഞു കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് അതാണ് ശരി. ടൈറ്റിൽ മാറ്റാതിരുന്നാൽ തന്നെ അത് ചിലപ്പോ കുഴപ്പമില്ലാതെ പോയത്. കാര്യം ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 1-2 മിനിറ്റിനകത്ത് മാറി. അതിനകത്ത് തന്നെ ഈ സാധനം എല്ലാരും സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റേ റെഡിറ്റിലൊക്കെ ഇട്ട് ചിലപ്പോൾ മറ്റേ 3 ടൈറ്റിൽ ഉണ്ടായി ഇട്ടതാണെങ്കിലോ അതിനും സാധ്യതയുണ്ട്. ടൈറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ സത്യമായിട്ടും അതിൽ ഒരെണ്ണത്തിന് ക്ലാരിഫിക്കേഷൻ, സോറി, മറ്റേ ഐ ലവ് യു. അത് ഇഷ്ടമുള്ളത് ഇടാൻ പറ്റും. പക്ഷെ ഇതെല്ലാവർക്കും ഐ ആം സോറിയാണ് ആദ്യം വന്ന, പിന്നെ ആർക്കും ക്ലാരിഫിക്കേഷൻ ഇട്ടതിന് ശേഷം സോറി ഒരാൾക്ക് പോലും വന്നിട്ടില്ല. അപ്പൊ എന്നുവെച്ചാൽ സോറി പറയാൻ പോലും ഒരു വിമുഖത കാണിച്ചത് പോലെ സാധനം. പിന്നെ ഇത് സംഭവം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റ് വീട്ടിൽ പോയി ഇരി, ബി സേഫ്, അങ്ങനത്തെ രീതിയിൽ ആദ്യത്തെ അതാണ് അർത്ഥം മനസ്സിലാക്കി തരണം. അതും അങ്ങോട്ട് ന്യായീകരിക്കുകയാണ്. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് മലയാളത്തിൽ പറഞ്ഞു തരണേണ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്നത് ഇതാണ്, അത് വീണ്ടും കേൾക്കുക. അതെന്തോന്ന് അത് നമുക്ക് എന്താ അറിഞ്ഞൂടെ ഇംഗ്ലീഷ്. അപ്പം കറക്റ്റ് ആണ്, ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. സോറി എന്നിട്ട് തെറ്റായ ഒരു ടൈറ്റിലായിരുന്നു. അപ്പൊ എന്തായാലും അതിനുശേഷമാണ് അതും പിന്നെ അത് റിമൂവും കൂടെ ചെയ്തപ്പോഴാണ് പിന്നെ അങ്ങ് മൊത്തത്തിൽ അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് അത് തിരിച്ച് വരാൻ പറ്റും. പുള്ളിക്കാരിക്ക് ഇതിന്റെ പരിപാടിയൊക്കെ അറിയാം, ഈ യൂട്യൂബിന്റെ സംഭവമൊക്കെ അറിയാലോ. ഇത്രയും അറിയാന്നുള്ള ആൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നില്ലേ? അതൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ അറിവൊക്കെ ഇതില് ഇട്ടിരുന്നെങ്കിലേ വിജയിച്ചുകൂടെയിരുന്ന. പുള്ളിക്കാർക്ക് അറിയാമല്ലോ, യൂട്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതറിയാടാ, പക്ഷെ ഇത് മറ്റേ പാമ്പ് ചാവുന്നത് മറ്റേ പരുന്ത് ചാവും വരെ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പ്രോസസ്സിൽ ഇപ്പൊ പോവുമായിരിക്കും. കുറച്ചാൾ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്യൂട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് മറക്കൊക്കെ ചെയ്യും. പിന്നെ ഇപ്പൊ തന്നെ എത്ര കൊറേ ദിവസമായില്ലേ മറന്നു വന്നപ്പോഴാണ് ദാസൻ ചേട്ടൻ കുത്തിപ്പോക്കിയത്. ഞാൻ മാത്രം ഇത് കാണുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക്. എന്തായാലും അതിനുശേഷം ഇപ്പം നല്ല രീതിയിൽ ഡൗൺഫോൾ ആയിട്ടുണ്ട്. ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത് അല്ല, 30K 40K എന്നൊക്കെ പറയുമ്പോഴേ അത് ഭയങ്കര പുള്ളിക്കേരിയുടെ വ്യൂസ് വെച്ചിട്ട് 1 മില്യൺ 500K അതൊക്കെയാണ് ചുമ്മാ എന്ത് വീഡിയോ ഇട്ടാലും അങ്ങനെ ആവണ സ്ഥലത്ത് 30K എന്ന് പറയുന്നത് അത് ഭയങ്കര കൂടുതലാ. അത് അവരെ ബിസിനസിനെ എന്തായാലും ഇത് ബാധിക്കും. ശരി, നമ്മളെ പോലെയല്ല സ്പോൺസേഴ്സ് ഒക്കെ കിട്ടുന്നത്. ആഡ് മാത്രമല്ലേ ഉള്ളൂ, സ്പോൺസേഴ്സ്, മൂവി പ്രൊമോഷൻസ് അതൊക്കെ കണക്ഷൻ വെച്ചിട്ട് കിട്ടും. പിന്നെ നല്ല മൂവിയുടെ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ഒക്കെ വന്നാലും അവരെ ഇത് വെച്ച് റീച്ചൊക്കെ കൂടും. അല്ലെങ്കിൽ പുള്ളിക്കാരി സോളോ പോയതിനാണ് വ്യൂസ് കുറഞ്ഞത്. ഈ സോളോ ആയോണ്ടാണോ? അത് ആവാൻ സാധ്യത. അല്ല, പുള്ളിക്കാരിയുടെ വീഡിയോസ് ഒക്കെ ഹിറ്റ് ആയത് കൂടുതലും പിള്ളേരുമായിട്ട് ഉള്ള ക്യൂട്ട്നെസ് സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഹിറ്റ് ആയത്. അപ്പൊ അത് തന്നെ തിരിച്ചു കൊണ്ടുവരുമായിരിക്കും. ഈ കണ്ടന്റ് ക്ഷാമൊന്നും ഇങ്ങനെ ഫാമിലി വ്ളോഗ് ചെയ്യണവർക്ക് കുറവാ. അവർക്ക് എന്തെങ്കിലുമൊക്കെ റിലേറ്റബിൾ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പൊ നമ്മളെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വല്ല സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ല പണിക്കും പോണേ. ഫാമിലിക്കാർക്കൊക്കെ പിന്നെ എന്തെങ്കിലും സാധനം കിട്ടും, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും.
നമുക്കാണെങ്കിൽ ഇതൊക്കെ മറ്റേ ഒരു ആണിയടിയ, തലയിലൊരു ആണിയടിയ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാനൊക്കെ പാടിയാണ്, ഭയങ്കര പാടായിരിക്കും അത്. ഈ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ തിരിച്ചു വരവേ, തിരിച്ചു വരവെന്ന് പറയുന്ന സാധനം അങ്ങനത്തെ രീതിയിൽ അങ്ങനെ തിരിച്ചു വരവ്, പ്രത്യേകിച്ച് മലയാളം ഇല്ല അങ്ങനെ എനിക്ക് തോന്നിട്ട് തിരിച്ചു വരവ് പറ്റും. അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പക്കാ റോങ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തവർക്കൊക്കെ തിരിച്ചു വരവ് ഭയങ്കര പാടായിട്ടുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇതൊന്നും വലിയൊരു ലീഗലി വലിയൊരു സംഭവമൊന്നുമല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഭയങ്കര പാട് തിരിച്ചു വരാനൊക്കെ. അത് ഫോറിനിലായാലും അങ്ങനെ തന്നെ, ഇങ്ങനെ ലീഗലി എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളവർ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു ഇഷ്യൂ അല്ല ഇതൊരു, ഇതൊരു ചിലപ്പം കുറച്ചാൾ കഴിയുമ്പോൾ ആൾക്കാർ തിരിച്ചു വരുമായിരിക്കും. പിന്നെ ഈ അഹങ്കാരം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ അവനെ ഇടിച്ച് തകർക്കണമല്ലോ എന്നുള്ളത്. ഈ അഹങ്കാരം എന്നിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അപ്പം ഈ മലയാളീസിന് പൊതുവെ അഹങ്കാരം എന്ന് പറയുന്ന സാധനം, അത് ചിലപ്പോൾ അഹങ്കാരം പോലും ആയിരിക്കില്ല കാണിക്കുന്നത്, എന്നാലും ആൾക്കാർ ഭയങ്കര ആരുടെ ഷോ എന്നുള്ള രീതിയിലാ. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ അഹങ്കാരത്തിന്റെ ഒരു പ്രധാന ഇതിൽ നിൽക്കുന്നതാണ് മൃണാളുടെ വിഷയം. പുള്ളിക്കാരന്റെ ഹോട്ടൽ പൂട്ടാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. അതും ഈ ഒരു അഹങ്കാരത്തിന്റെ ഒരു സംഭവമാണ്. പുള്ളിക്കാരൻ തന്നെ ഒരു ഇതില് ലൈവിലൊക്കെ അതേപോലെ അഹങ്കാരം എന്ന് പറഞ്ഞില്ല, അഹങ്കാരം എന്റെ തെറ്റ്, എന്റെ അങ്ങനെ എന്തൊക്കെയോ കുറെ എന്തെന്നാണ് പറഞ്ഞത്. പുള്ളി ഇത്രയും വലിയ ഹെൽപ്പ് ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി. ഞാൻ ഇത്രയും വൃത്തിയും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്തത് തെറ്റായിപ്പോയി, ഫുഡ് നല്ലവണ്ണം ആൾക്കാർക്ക് കൊടുത്ത് തെറ്റായിപ്പോയി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് വേണ്ടി 39 രൂപയ്ക്ക് ചോറ് കൊടുത്ത് തെറ്റായിപ്പോയി. ആരെങ്കിലും പറഞ്ഞ ചോറ് കൊടുക്കാൻ? ഇതൊരു ബിസിനസ് അല്ലേ, അതിലിപ്പം ചാരിറ്റി അങ്ങനെയൊന്നും അല്ലല്ലോ. ബിസിനസ് ചിലപ്പോ ഫെയിൽ ആവും. പുള്ളിയുടെ ഒരു ചിലപ്പോ നല്ലത് കൊടുത്തെന്നും പറഞ്ഞ് ആൾക്കാർ വാങ്ങണമെന്നൊന്നുമില്ല. അല്ല, പുള്ളിയുടെ ഒരു പ്ലാൻ എന്തായാലും ചിലപ്പോൾ വർക്കൗട്ട് ആയില്ലായിരിക്കും. പക്ഷെ അതിന് എന്താ ഞാൻ ഇത്രയും ചെയ്തിട്ടും അത് ആവശ്യമില്ലായിരുന്നു അങ്ങനത്തെ രീതിയിൽ ബാക്കിയുള്ളവരുടെ തലയിലിടുന്ന പോലത്തെ രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. അല്ല, പുള്ളിക്കാരൻ മറ്റേ ഒരു റെസ്റ്റോറന്റ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിലാണല്ലോ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, നമ്മുടെ പോഡ്കാസ്റ്റിലൊക്കെ വന്നപ്പം റെസ്റ്റോറന്റ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ. ഓരോ സിറ്റിംഗിലും ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു കൺസൾട്ടന്റ് അങ്ങനെ തന്നെ പറഞ്ഞു. അല്ലേ, നമ്മൾ തന്നെ അന്തപ്പിച്ചു കാര്യം. ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷൻ നമ്മൾ കേട്ടിട്ടില്ല, റെസ്റ്റോറന്റ് കൺസൾട്ടന്റ് ഇങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ തനിയെ വഴിയൊക്കെ തനിയെ റിവേഴ്സ് ഇറങ്ങി പോണം. നമുക്കൊക്കെ ആ ടൈമില് ഇതെങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്ന് നമ്മള് സ്റ്റുഡിയോ എന്ന് പറയുന്നത് റോഡിൽ നിന്ന് ഒരു ഇടവഴി കയറി ഇങ്ങനെ ഒരു ഇടുക്കിലാണ് കൊണ്ടുവന്ന് ഇടാനുള്ളത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ കാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് എങ്ങനെ തിരിച്ചെടുത്തോണ്ട് പോകും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ പുള്ളിക്കാരൻ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് കാറിന്റെ ഒരു സ്വിച്ചിൽ ഞെക്കി കാറ് തനിയെ കേറ്റി എങ്ങനെയാണോ അതേപോലെ തിരിച്ചിറങ്ങി പോണം. അതൊന്നൊരു അത്ഭുതമായിരുന്നു. ഇപ്പം ഇലക്ട്രിക് വണ്ടിയിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ അങ്ങോട്ട് പോയത് ഓർത്തിരിക്കും, തിരിച്ചു വരുന്നത് അതിനനുസരിച്ച് തിരിച്ചിറങ്ങി. സോറി, കാറിലേക്ക് പോയി, അതല്ല വിഷയം. അപ്പോഴും നമ്മള് ഓരോ സിറ്റിംഗിലും ഇത്രയും വാങ്ങുന്ന ഒരാൾക്ക് ഒരു പറ്റിയിട്ട് അത് അല്ലല്ല പുള്ളിയുടെ ബിസിനസ്സിൽ അത് അപ്ലൈ ചെയ്താൽ പോരായിരുന്നോ? പക്ഷെ അത് ഫെയിൽ ആയല്ലേ. അപ്പോഴീ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് 100% നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ കൺസൾട്ടന്റിന്റെ ഹോട്ടലിൽ തന്നെ ഫെയിലിയർ ആയെങ്കിലേ. അതെ, അല്ല പുള്ളി കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റോറന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓരോരോ ആസ്പെക്ട്, ആ ലൊക്കേഷനിൽ എന്തൊക്കെ കിട്ടാം, എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എക്കോണമി കിട്ടാൻ പറ്റുന്നതൊക്കെ പഠിച്ചിട്ടായിരിക്കണമല്ലോ ചെയ്യുന്നത്. അപ്പൊ അതും പുള്ളി മെനു എഞ്ചിനീയറിംഗ് അന്ന് എന്തോ പറഞ്ഞു, മെനു എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തോ പറഞ്ഞു, മെനു ഒക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത്. അപ്പൊ അത് പുള്ളി ചെയ്യേണ്ടല്ലേ. അത് നമ്മള് പോയിട്ടുള്ളതാണ് ആ ഒരു റെസ്റ്റോറന്റില്. ഒരു കണ്ണായ സ്ഥലത്താണ്, ലുലുമാളിന്റെ തൊട്ടടുത്ത്. അപ്പൊ നമ്മൾ ആലോചിച്ചു ഇത് അടിപൊളി സ്ഥലം. അന്ന് പോയപ്പോഴും കുറച്ച് ഹംഗ്രി ബിർണാൾ കുറച്ച് കത്തിക്കുന്ന ടൈം ആയിരുന്നു. പക്ഷെ അന്ന് പോയപ്പോഴും നമ്മള് പ്രതീക്ഷിച്ചായിരുന്നു ആള് കുറവ്, ആളില്ല, തീരെ കുറവ്. എനിക്ക് ഞായറാഴ്ച എന്താണ് പോയത്, ആള് തീരെ കുറവ്. ഇപ്പോഴിതെന്താ ആള് ഇത്ര കുറവ്?
തീരെ ഇല്ല. അത്യാവശ്യം ഫുഡ് ഫുഡ് നല്ലതായിരുന്നു, പൈസയും കുഴപ്പമില്ല, നല്ല റേറ്റ് തന്നെ. വലിയ നമ്മളന്ന് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്, നമ്മൾ ഫുഡ് വാങ്ങിയത്. പക്ഷെ ഫുഡ് നല്ല ഇപ്പൊ ചെറിയ കിണ്ണത്തിലൊക്കെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുമെങ്കിലും കഷ്ണമൊക്കെ ഉണ്ട്, പീസൊക്കെ ഉണ്ട്. ഇച്ചിരി വലുതാ. നമ്മള് ഒരു ഫ്രൈഡ് റൈസ് എന്തോ വാങ്ങിച്ചപ്പോഴത്തേക്ക് നല്ല ക്വാണ്ടിറ്റിയിലാണ്, വിലയും കുറവായിരുന്നു. പിന്നെ ആകെയുള്ള അവിടുത്തെ ഒരു പ്രശ്നം തോന്നിയത് അവിടുത്തെ ആ ഒരു സിസ്റ്റം, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ടോക്കൺ എടുത്തിട്ട് അത് ഇവിടെ ഒരു കൗണ്ടറിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ട് പിന്നെ അപ്പുറത്തെ കൗണ്ടറിൽ പോകണം, പിന്നെ ഇവിടെ വരണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ അത് തോന്നിയുള്ളൂ. പക്ഷെ സാധനമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ആ ലൊക്കേഷൻ നമ്മളന്ന് കണ്ടപ്പോ തന്നെ ഞെട്ടി. കാര്യം ആ ഒരു ഏരിയയിൽ ചെറിയൊരു കട നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം പൈസ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ കടകളൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് തന്നെ. ഇതൊരു വലിയ സ്പേസ് എടുത്ത് അകത്താളെ ആളും ഇല്ല. ആലോചിച്ച് ഇത് എത്ര നാൾ ഓടും എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചായിരുന്നു. ഈ തിരക്കില്ലാതെ ഇത് ഇങ്ങനെ തിരക്കില്ലാത്തോണ്ട് അല്ല, സാധനമൊക്കെ നല്ലതായിരുന്നു. നമുക്ക് അന്ന് പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ്, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതെ. നമുക്ക് ചില ഹോട്ടലിൽ പോകുമ്പം ഒട്ടും പിന്നെ പോവാൻ തോന്നൂലല്ലോ. അല്ലെ, ഇതിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തട്ടുകടയിലൊക്കെ ആണെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കാമാണ്. അതിലൊന്നുമില്ല. അതിലൊരു 2 പീസിന് 6 കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് തരുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പീസും അങ്ങനത്തെ പീസുകളാണ് എല്ലാം കൂടുതൽ തരുന്നത്. എന്നിട്ട് പക്ഷെ അവര് ഇങ്ങനെ ഒരുപാട് വലിയ ഇതായിട്ട് തരും. പക്ഷെ ചെറിയ ചെറിയ നെക്കിന്റെ പീസ് എല്ലാരെയും കൂടുതൽ. ഒരു തട്ടുകടയിൽ നമ്മൾ കയറുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്കും ഐ വിൽ ഓപ്റ്റ് ഫോർ തന്നെ. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അല്ല, ഇതിനൊരു ഇതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഒരു അഹങ്കാരം ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. കാര്യം പുള്ളിക്കാരൻ ഭയങ്കര രീതിയിൽ ബാക്കിയുള്ളതെല്ലാം അങ്ങ് അടിച്ചു താഴ്ത്തി കളയുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പൊ അത് ഒരുപാട് പേർക്ക് അത്ര അങ്ങോട്ട് ഒരു കോമൺ ഓഡിയൻസിന്. അല്ല, അത് പുള്ളിയുടെ മറ്റേ വീഡിയോയില് പുള്ളി പറയുന്നുണ്ട്, ഞാനിത് തുടങ്ങും വരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ, തുടങ്ങി കഴിഞ്ഞപ്പോ ഓരോരുത്തർ പ്രശ്നം. ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു, എവനെ എവിടെ കിട്ടും എന്നുള്ള രീതിയിൽ. അങ്ങനെ തുടങ്ങി അന്ന് നല്ല ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. നിങ്ങൾ പുള്ളി ചിലപ്പോ വീഡിയോസ് കുറച്ചിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചിലപ്പോ ആ സ്ഥാപനം ഓടിയേനെ. ആ സമയത്ത് ഒരുപാട് ഈ എയറിലാവുന്ന രീതിയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി പോലെ പുള്ളി അത് മനഃപൂർവ്വം കുറെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്തോന്ന് പഞ്ചസാരക്ക് പൈസ കൂടുതലാവോ, വിത്തൗട്ടിന് സ്ട്രോയിന് പൈസ, പിന്നെ വിത്തൗട്ടിന് ആരാ ചോദിച്ചു ലൈവില് കുറയ്ക്കുമെന്ന് ചോദിച്ചു. അത് പൈസ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ബില്ലില് നമുക്ക് അത് ആഡ് ചെയ്യണം. എക്സ്ട്രാ ചെലവ്. മറ്റേ ടൈപ്പ് ചെയ്യുമ്പോൾ വിത്തൗട്ട് ഷുഗർ ഇത്രയും വേർഡ് അടിക്കണം, ഒരു ബ്രാക്കറ്റ്. എന്നിട്ട് പിന്നെ ഉള്ള വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇപ്പം കാർ പാർക്കിംഗ് ഇല്ലേ, കാർ പാർക്കിംഗ് എന്ന് വെച്ചാൽ ഇത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ഇവിടെ എന്റെ ടാർഗറ്റ് ഓഡിയൻസ് വലിയ ആൾക്കാരോ നല്ല ഒത്തിരി പൈസ ഉള്ളവരോ വരേണ്ട ആവശ്യമില്ല. സാധാരണക്കാര് കാർ ഓട്ടിക്കുന്ന ആൾക്കാര് സാധാരണക്കാരല്ല, അങ്ങനെ അതിലുണ്ട്, റീലിൽ പറയുന്നുണ്ട്. കാറിൽ വരണവര് സാധാരണക്കാരല്ലല്ലോ. അപ്പോഴേ അവർക്ക് ഈ ഒരു ഇതിന്റെ ബൈക്കിൽ വരണവർക്ക് മാത്രമേ കാർ പാർക്കിംഗ് ഇല്ല. അങ്ങനെ ഒരു കമന്റും ഉണ്ട്. ഇപ്പൊ കാറിൽ പോണവരൊക്കെ സാധാരണക്കാരല്ലാതെ അല്ല, അതൊന്നും ആലോചിച്ചോ. ഇപ്പം ഒരു ഫാമിലിയൊക്കെ പോണെങ്കിൽ കാറ് വേറെ എവിടെയും കൊണ്ടിട്ടിട്ട് പുള്ളിയുടെ അത് ഈ ഒരു എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിംഗ് ആണ്. പക്ഷെ അതൊരു ഫെയിൽഡ് മാർക്കറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ബൈക്ക് മാത്രമേ ഉള്ള ആൾക്കാര് ബൈക്ക് അതൊരു ഇത് കേട്ട് ആരെങ്കിലും റീച്ച് കൂടാനും റീലിന്റെ കൂടാനും ഒക്കെയാണ് നോക്കണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവായിട്ട് പറയുമ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടും, അങ്ങനെയാണ്. പക്ഷെ ഇതിനൊരു ലൈക്കബിലിറ്റി, ആൾക്കാർക്ക് ഒന്ന് പോണോന്ന് തോന്നണം, ലൈക്കബിലിറ്റി ഒന്നും ചിന്തിക്കാനില്ല. അല്ല, പുള്ളി ഒരു ഇങ്ങനെ ലൈക്സ്, റീലിലെ ലൈക്സും ഷെയറും മാത്രമേ നോക്കിയുള്ളൂ. അത് കൺവേർട്ട് ഈ കാറിന്റെ കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അല്ല, കാർ എന്ന് പറയുമ്പോ ഇപ്പൊ അത് ഫ്രണ്ട്സ് ആയിട്ട് എല്ലാരും വരും. ഇപ്പൊ എല്ലാ ഫ്രണ്ട്സിനും കാർ ഉണ്ടായിരിക്കണം. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോ ഒരു കാറിൽ പോകുമ്പോ 4 പേർക്ക് ഒരുമിച്ച് പോവാം, 5 പേർക്ക് ഒരുമിച്ച് പോവാം. കാറൊക്കെ എപ്പോഴും ലക്ഷറി, പണ്ടത്തെ പോലെ ലക്ഷറി അല്ല, കോമൺ അല്ലേ.
അതില് ഇങ്ങനെ കാറിൽ പോണ ഒരു സാധാരണക്കാരല്ലെന്നും പിന്നെ ഈ ഒരു അന്ന് തന്നെ നമ്മള് കാർ എവിടെ പാർക്ക് ചെയ്തിട്ടല്ലേ ലുലുല് പാർക്ക് ചെയ്തിട്ടാ പോയെ. അത് ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് നടന്നു പോയത്. അത് അല്ലെങ്കിൽ അത്രയും മറ്റേ അവിടെ പോയി പക്ഷെ അവിടെ സ്ഥലമുണ്ട്, പാർക്കിംഗ് അത്യാവശ്യം സ്ഥലമുണ്ട്, എന്നിട്ടാണ് പുള്ളിക്കാരെ ഇങ്ങനത്തെ രീതിയിൽ പറയുന്നത്. അല്ലെങ്കിൽ അത്രയും മറ്റേ അവിടത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷാ തപ്പി പിടിച്ച് നമുക്ക് ചെറിയ കടകളൊക്കെ പോകുന്നവരുണ്ട്. അല്ല ചെറിയ കടകളുണ്ടല്ലോ ചിലത്, അവിടെ മാത്രമേ ആ ഒരു സ്പെഷ്യൽ ഐക്കോണിക് ഡിഷോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. അങ്ങനത്തെ വല്ല സെറ്റപ്പ് ആയിരുന്നെങ്കിൽ സമ്മതിച്ചു. പക്ഷെ ഇത് അതൊന്നും ഇല്ലല്ലോ. പുള്ളി അതിപ്പോ എന്തുദ്ദേശത്തിലാണ് അങ്ങനത്തെ പുള്ളിയുടെ ഒരിക്കലും ഈ പുള്ളിയുടെ ഈ ഒരു ആ ഒരു എന്താ ഐഡിയയുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിയുടെ ഈ PR അല്ല എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പ്രശ്നമായിട്ടാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഫെയിലിയർ ആണ് ഈ ഇപ്പം അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം. പിന്നെ ഉള്ള ബ്രാൻഡിങ്ങും പ്രശ്നമായിരുന്നു തോന്നുന്നു. ഹംഗ്രി മൃണാൾ എന്റെ ഹോട്ടൽ എന്നുള്ള രീതിയിൽ അങ്ങ് ബ്രാൻഡ് ചെയ്യല്ലേ മൃണാൾ. അപ്പോൾ പുള്ളിക്കുള്ള ഹേറ്റ് പുള്ളി ഇഷ്ടമില്ലാത്തവരൊന്നും അത് ബാധിക്കും. പിന്നെ പുള്ളി നേരത്തെ ഈ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോകളിലൊക്കെ ഈ പുള്ളി കുറച്ച് ഇത്ര ഹേറ്റ്നെസ് ഇല്ലായിരുന്നു. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തുടക്ക സമയത്തിലൊക്കെ. അതാ പുള്ളിക്കാരന്റെ തിരുവനന്തപുരത്തിനെ പറ്റി എന്തുകൊണ്ട് ആദ്യം പറഞ്ഞിട്ടല്ലേ കോൺട്രവേഴ്സി വന്നത്. തുടക്ക സമയത്ത് ഫുഡ് ബ്ലോഗിംഗ് ഒരു രാജാവായിരുന്നു. എനിക്ക് ഞാൻ മിസ്സാക്കാതെ എല്ലാ വീഡിയോസും കാണും. ഞാൻ ഇങ്ങനെ ഹോട്ടലിന്റെ സജഷൻസ് ഒക്കെ മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അന്ന് അത്ര ഇതാണ്. പിന്നീട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് യഥാർത്ഥ സ്വഭാവം പുറത്ത് വരും. തനി കുളം പുറത്ത് കാണിച്ചപ്പോ വേണ്ട, പിന്നെയാണ് കാണക്കൊക്കെ കുറച്ചത്. അത് പണ്ട് നമ്മള് കാണുമ്പോഴേ കഴിക്കുന്ന കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോറി ഒന്നും പുള്ളിക്ക് വിഷയമില്ലാത്ത രീതിയില് നല്ല മറ്റേ ആസ്വദിച്ച് എന്തും കഴിക്കും, നല്ല ആസ്വദിച്ച് കഴിക്കും. ഇതൊക്കെ കാണുമ്പോ ഒരു കൊതി വരും, പോയി കഴിക്കാൻ തോന്നും ആദ്യമൊക്കെ. പിന്നെ അങ്ങോട്ട് മാറിപ്പോയി, എന്തൊക്കെ സംഭവിച്ചു, വല്ലാണ്ട് മാറിപ്പോയി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കോൺട്രവേഴ്സി മറ്റേ ട്രിവാൻഡ്രംകാർക്ക് ക്വാണ്ടിറ്റിയാണ് ആവശ്യം, ക്വാളിറ്റി അല്ല എന്നുള്ളൊരു. അതോടുകൂടി തിരുവനന്തപുരം തിരിഞ്ഞ് തിരുവനന്തപുരം ഈ ഫുഡ് കമ്മ്യൂണിറ്റിയിലെ ബെൽറ്റ് മൊത്തം പുള്ളിക്കെതിരായി. ഓർമ്മയില്ലേ? വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. എന്നുവെച്ചാൽ വൃത്തി കുറവുള്ളതായാലും തിരുവനന്തപുരംകാർക്ക് പ്രശ്നമില്ല. തിരുവനന്തപുരംകാർക്ക് ഒരുപാട് ക്വാണ്ടിറ്റി റൈസ് അങ്ങനത്തെ രീതിയിലുള്ളതാണ് ഇഷ്ടം. അങ്ങനത്തെ രീതിയിൽ അങ്ങോട്ട് നമ്മളെ തിരുവനന്തപുരംകാരെ അങ്ങോട്ട് ഒരു എന്താ പറയണ്ടേ, നമുക്ക് വൃത്തിയൊന്നും കുഴപ്പമില്ല, നമ്മൾ എന്ത് കിട്ടിയാലും തിന്നും, കുറച്ച് കൂടുതലുണ്ടെന്ന് മതിയെന്ന് അങ്ങനത്തെ രീതിയിൽ ഇത് ചെയ്ത്. അത് മൊത്തത്തില് തിരുവനന്തപുരംകാർക്കും തിരുവനന്തപുരം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നല്ല ഹോട്ടലില്ല അങ്ങനത്തെ രീതിയിലൊക്കെ അങ്ങനെ കൂടുതൽ ഓപ്ഷൻസ് ഇല്ലാത്തത് ഇതുകൊണ്ടാണ് അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. അപ്പോഴത് ആൾക്കാർക്ക് കുറച്ച് അതൊരു കോൺട്രവേഴ്സി ആയിരുന്നു. പിന്നെ അതിന് ഫുഡ് ബ്ലോഗേഴ്സ് എല്ലാരും ഒരുമിച്ച് നിന്ന് എന്നെ പറഞ്ഞത് അതായിരുന്നു ആദ്യത്തെ മേജർ. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് എത്രയോ പേര് മറ്റേ വീഡിയോസ് ഇടുമായിരുന്നു പുള്ളിയെ തെറി വിളിക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് ആകെ പുള്ളി പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും അന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളതാണ് ഈ തട്ടുകടയിലെ ഒരു മാനിപ്പുലേഷൻ എന്നുള്ളൊരു സംഭവം. അത് അന്ന് പുള്ളിയാണ് ആദ്യമായിട്ട് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അത് ഉള്ളത് ഞാൻ നോക്കിയത് അത് സത്യമാണ്. അന്ന് പുള്ളി അത് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോഴൊക്കെ തട്ടുകടയിൽ പോകും, അപ്പോഴെല്ലാം ചെക്ക് ചെയ്യുമ്പോഴും ശരിയാണ് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യം. തട്ടുകടയിൽ പോകുമ്പോഴാണ് നമുക്ക് നല്ല തട്ടുകടയൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ പിറ്റേ ദിവസം കൂടുതൽ വയറ് പ്രശ്നത്തിന്റെ പ്രൈസിങ്ങിന്റെ കാര്യവും ബാക്കി ഹോട്ടലുകൾക്കുള്ള ഒരു ഇവർക്ക് ഭയങ്കര ഇവർക്ക് ഒരു കസേര ഇടുക, ഒരു ബെഞ്ചും ഒരു ഡെസ്കും ഒരു കസേര ഉണ്ടെങ്കിൽ അവർക്ക് പരിപാടി നടക്കുമല്ലോ. ഒരു ഇതെടുത്ത് എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മുടെ നാലാഞ്ചിറയിൽ ഇപ്പം പൂട്ടിയല്ലേ എല്ലാം മാറ്റി. പക്ഷെ അവിടെയാണെന്നെങ്കിൽ അവരങ്ങോട്ട് വെട്ടിപ്പിടിച്ച് മറ്റേ ഏരിയ വെട്ടിപ്പിടിച്ചിട്ട് ചെയ്യുന്ന പോലെ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് വലിയ സെറ്റപ്പിലാണ്. ഒരു 19 കസേരയൊക്കെ ഇട്ടിട്ടുള്ള സെറ്റപ്പാണ്. ഞാനും കണ്ടു ഒരു 50 കസേര ഇങ്ങനെ മറ്റേ നമ്മള്
കല്യാണത്തിന് ഫംഗ്ഷൻ ഇട്ടേക്കുള്ളൂ അതേപോലെ ഇങ്ങനെ നിരത്തിയിട്ട് അതൊക്കെ മാറ്റേണ്ടതാണ്. ഇതൊക്കെ മാറ്റേണ്ട. അത് ഫുട്പാത്തില് അത് കുറച്ച് കളയുമ്പം റോഡിലോട്ട് ഇറങ്ങുമെന്ന് തോന്നുന്നു ഇല്ലേ? അത്രേ ഉണ്ട്. അല്ലെങ്കിൽ ഫുഡ് കോർട്ട് പോലെ അകത്ത് എന്തെങ്കിലും പ്രൈവറ്റ് മറ്റേ അത് സ്ട്രീറ്റ് പോലെ ഫുഡ് സ്ട്രീറ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി ഉള്ള സ്ഥലത്താണെങ്കിൽ അത് ചെയ്യാം. അവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഫുഡ് സ്ട്രീറ്റ് വെക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞാല് നമുക്ക് ഒരു ശരിയാണ് എന്ന് ശരിയാണ് തോന്നിയ. അല്ല പുള്ളി ചില സാധനങ്ങളൊക്കെ പറയാറുണ്ട്. ഈ പുള്ളി അത്ര ഈ ബുദ്ധിയിലെത്താതൊന്നുമില്ല. നല്ല ചില സാധനങ്ങളൊക്കെ വിഷനൊക്കെ നല്ല സാധനമാണ്. പിന്നെ ഈ പുള്ളിയുടെ ഈ ഐഡിയ നല്ല ഐഡിയയാണ്. ഈ ഹോട്ടലിൽ നല്ല ഐഡിയ. ഈ ഹോട്ടലിന്റെ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റിയിൽ കൊടുക്കുക എന്ന് പറയുന്നത് സംഭവം കൊള്ളാം. കാര്യം വെയിറ്റർ എന്ന് പറയുന്ന ആ ഒരു കുറെ ജോലിക്കാരുടെ ഇത് കുറച്ചു മണി മാനേജ്മെന്റിനൊക്കെ ബെസ്റ്റ് ആണ്. പക്ഷെ പുള്ളിയുടെ ഈ മാർക്കറ്റിങ്ങിലാണ് പുള്ളിക്കാരൻ ഈ സാധനത്തിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഈ ടോക്കൺ അല്ല, ഈ വെയിറ്റ് സെൽഫ് സർവീസിന്റെ കാര്യം എതിർത്ത് പറഞ്ഞിട്ടുണ്ട് പണ്ട് പുള്ളിക്കാരൻ വ്ലോഗ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ടാണ് പുള്ളിക്കാരൻ ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ക്ലാഷ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രശ്നങ്ങളും ഉണ്ട്. പറയണതും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം. ഇല്ലെങ്കിൽ പുള്ളി തന്നെ ഇത് മാർക്കറ്റ് ആങ്കറിയും നീ പറഞ്ഞ പോലെ ബ്രാൻഡിങ്ങും പുള്ളിയുടെ പേരിൽ തന്നെ ആക്കേണ്ടി വരും. ഇതാ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവര് നാർസിസം ഉണ്ട്. സെൽഫ് അബ്സോർബ്ഡാ. സ്വന്തമായിട്ടുള്ള ഒരു ഇത് മാത്രമേ അവര് ചിന്തിക്കുകയുള്ളൂ. മൊത്തത്തില് പൊങ്ങച്ചല്ലേ. നിന്റെ ഹോട്ടൽ തുടങ്ങുമ്പോ എന്ത് പേര്? ഞാൻ വല്ല ദാസ് ഹോട്ടൽ. നല്ല ഹോട്ടലല്ലേ? അല്ലെ ഉല്ലാസ് ഹോട്ടൽ. നീ തുടങ്ങിയിട്ട് ഉല്ലാസ് ഹോട്ടൽ നീ ദാസ് ഹോട്ടൽ. അല്ലേ പുള്ളിക്കാരെ ഇപ്പൊ ഒരു ലൈവില് വന്നിട്ട് പറയുന്നതും പുള്ളിക്കാര് മറ്റേ എന്തൊക്കെ 3 ലക്ഷം രൂപ കൊടുത്ത് ഇന്ന സെറ്റപ്പ് ഒക്കെ കൊണ്ടുവന്നു, എന്നിട്ടും അത് ആർക്കും വേണ്ട. ഹോട്ടലിനൊക്കെ ആളിന്റെ ബ്രാൻഡിങ്, ഹോട്ടലിന് ആളിന്റെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലേ അതെന്തൊരു അല്ല അങ്ങനെ ബ്രാൻഡിങ് ഉണ്ട്. ഇല്ലാത്ത സ്ഥലമൊന്നും അല്ല, അങ്ങനത്തെ ബ്രാൻഡിങ്ങുകളൊക്കെ ഉണ്ട്. അതില്ലാത്തല്ല. പക്ഷെ ഇവൻ പറഞ്ഞതില് അങ്ങനെയാണെങ്കിൽ കൊച്ചിയില് ദേപുട്ടിന് ദിലീപിന്റെ എന്തെങ്കിലും ഇട്ടുകൂടായിരുന്ന? ദിലീപിന്റെ തലയുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ ദേപുട്ട് എന്ന് പറഞ്ഞാല് ദിലീപിന്റെതാണെന്ന് അറിയാം. നീ എന്തിനാണ് തലയുണ്ട്? ശരിയാ, തലയുണ്ട്. ബ്രാൻഡിങ് അത് തന്നെ. ലാൽ ഹോട്ടൽ അവിടെയൊക്കെ അങ്ങേരെ തലയല്ല, അങ്ങേരെ പേര് തന്നെ ലാലും ഇതുമായിട്ട്. അല്ലെ പുള്ളി തിരിച്ചറിയണം. പുള്ളിക്കുണ്ടായ മറ്റേ പണ്ട് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഈ റിവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങള്, ഷവർമ തിന്നിട്ട് ആ ഒരു സാധനം അതൊക്കെ ഉണ്ട് ഇതില്. നമ്മളെ ഫയൽ ചിത്രങ്ങൾ ഒരുപാടുണ്ട്, ഫയലുകൾ ഒരുപാടുണ്ട്. അപ്പോഴേ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ബ്രാൻഡിങ്ങും പ്രൊമോഷനും പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ പറയണ്ടേ, ഇങ്ങനത്തെ പൊങ്ങച്ചങ്ങളും മലയാളികൾക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ ചോദിക്കണ ഇപ്പം അശ്വന്ത് ഗോക്ക് വല്ല സിനിമ എടുക്കണമെങ്കിൽ വേറെ വല്ല പേരിലും തുടങ്ങി. അശ്വന്ത് ഗോക്ക് കിടക്കുന്നെങ്കിൽ അത് അന്നൊരു പൂരപ്പുറപ്പായിരിക്കും. എങ്ങനെയായിരിക്കും? അതാ ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നു സിനിമ വേൾഡിലുള്ള എല്ലാരും ഇറങ്ങും റിവ്യൂ ഇടാൻ. ശരിയാ, എല്ലാരും റിവ്യൂ ഇടുമായിരിക്കും. അതേപോലെ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് ഈ മൃണാളിന്റെ കാര്യത്തിലും. പുള്ളിക്കാരൻ ഇത്രയും ഹോട്ടലുകളെ ഇങ്ങനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാള് സ്വന്തമായിട്ട് തുടങ്ങിയപ്പോ അതിലുള്ള മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ പോലും ആൾക്കാരത് വലുതായിട്ട് തിരിച്ചടിച്ചു. അല്ല, കാരണം പുള്ളിയും മൈന്യൂട്ട് മിസ്റ്റേക്കുകളാണല്ലോ നേരത്തെ പറഞ്ഞ് വലിയ ഫേമസ് ആയ. വിമർശിക്കണം. പിന്നെ മറ്റേ തെറ്റ് അംഗീകരിക്കാത്തൊരു ഇതുണ്ടല്ലോ, നമ്മുടെ തെറ്റ് പറ്റിയത് നമുക്ക് തെറ്റ് പറ്റാറില്ല, അങ്ങനെ അംഗീകരിക്കാത്തൊരു. അല്ല, അത് ഇപ്പോഴും അംഗീകരിച്ചില്ലേ? ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചത് ഇതാണ്, മറ്റേ ഇങ്ങനെ കൊടുത്തത് തെറ്റായിപ്പോയി. അതൊരു അംഗീകാരമല്ല, അതൊരു പൊങ്ങച്ചമാണ്. വീണ്ടും അത് അപ്പുറത്തിരിക്കുന്ന ആളെ കളിയാക്കണേ, നിനക്കൊന്നും തരാൻ പാടില്ലായിരുന്നടേ എന്ന് പറയുന്ന പോലെയാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഇത്രയും ഇതില് ഒന്നും ചെയ്യണ്ട, ഇനി ഞാൻ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യണ്ടായിരുന്നു, അവിടെ ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്യണ്ടായിരുന്നു. ഈ സംഭവം മറ്റേ ഈ നമ്മുടെ ഈ അച്ഛനും അമ്മയൊക്കെ ഈ ഇത് പറയുമല്ലോ, മോന്റെ അടുത്ത്
എന്നൊക്കെ വേണ്ടി ഞാൻ അത്രയും പൈസ മുടക്കരുത് എന്നൊക്കെ പറയണ ആ സാധനം. ഇതെന്റെ തെറ്റാ. എന്റെ തെറ്റാ, അന്ന് വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയണ ആ ഒരു മോഡില് ഇങ്ങനെ തള്ളി. നേരത്തെ ഇങ്ങനെ ലിസ്റ്റ് എടുക്കുകയാണ്, എന്തെങ്കിലും കലക്കി കൊടുത്താൽ മതിയായിരുന്നു. 39 രൂപയ്ക്ക് ഊണ് കൊടുത്ത ഞാൻ പൊട്ടന. പുള്ളി ആ ബ്രാൻഡ് ഈ പ്രൊമോഷൻ വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയില്ല ഇനി പുള്ളിക്ക് എന്തെങ്കിലും ജെന്യൂൻ ആയിട്ട് പറഞ്ഞതാണോ പ്രൊമോഷൻ ആണോ എന്ന് അറിയില്ല. പിന്നെ വേറൊരു കാര്യം, പക്ഷെ കുറെ ആൾക്കാർ ഈഗോ പ്രൊമോഷൻ ആണെങ്കിൽ കുറെ ആൾക്കാരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. പുള്ളി ഫെയിലായി എന്ന് പുള്ളി പറയണത് കേൾക്കുമ്പോ കുറെ ആൾക്കാർക്ക് ഒരു ക്ലോഷർ ചിലപ്പോ കിട്ടും. ഇനി അവൻ രക്ഷപ്പെട്ടോട്ടെ, ആ ഒരു സാധനം. ഇത്രയൊക്കെ ആയ പുള്ളി അഹങ്കാരം കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു, ഇനി കയറി കളയാം. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും, പറയാൻ പറ്റൂല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അങ്ക ഷോ ആയിരുന്നു. സീരിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവിടെ ഇതിന് മറ്റേ ഇത് റിസപ്ഷനിക്ക് ആളില്ല, ഇങ്ങനെ കൂടി വരികയാണ്. ആള് പെട്ടെന്ന് വേണം, നമ്പർ ഇട്ടിട്ടുണ്ട്, വാട്സാപ്പിൽ കഴിക്കും. അല്ല എന്നിട്ട് സ്ഥലം അവിടെ വന്നിട്ടുണ്ട്, കുറച്ച് അക്കൗണ്ട് വേണം, 10 രൂപ അക്കൗണ്ടിന് വേണം. പിന്നെ ഇതാദ്യം പറയും, ആദ്യം ഈ നമുക്ക് ഇത്ര സ്റ്റാഫിന് വേണം, ഇത് വേണം, ഇത് വേണം എന്ന് പറയും. എന്നിട്ട് അവസാനം വന്നിട്ട് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതാണ് മോട്ടീവ്. ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോസ് ഒക്കെ എടുക്കുന്നത് തന്നെ. പക്ഷെ ലാസ്റ്റ് വന്നിട്ട് പറയും അത് ഇൻവെസ്റ്റിന് വേണ്ടിയാ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാര്. ഇതെന്തോ വലിയൊരു സംഭവമാണ് ഞാൻ ചെയ്തത്, ഇങ്ങനെ അത് കൈൻഡ് ഓഫ് സ്കാമിംഗ് ആണ്. ഇൻവെസ്റ്റ് ചെയ്തവര് ഇത് ഫെയിലിയർ ആണെങ്കിൽ അവരും നഷ്ടം അനുഭവിക്കണ്ടേ? അല്ല, ഇപ്പൊ ഇതില് 50% ഇത് തിരിച്ച് മൃണാൾ കൊടുക്കണ്ടല്ലോ, കാരണം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, നഷ്ടം കൊടുക്കണ്ടല്ലോ. അല്ല, ഇപ്പൊ ഈ വീഡിയോ കണ്ടപ്പം 50% പുള്ളിക്കാരനും വേറൊരാളും ചേർന്നാണ് ഫസ്റ്റ് 50%, ബാക്കി 50 വേറെ ആൾക്കാരാണ്. അപ്പം അവർക്കെല്ലാവർക്കും നഷ്ടമാണ് ഈ ഒരു സംഭവം. അവരുടെ എത്ര പൈസ പൊട്ടിക്കാണും. അത് തന്നെ, ഇത് ഇങ്ങനെ ആൾക്കാർ പുള്ളിയുടെ ഈ മറ്റേ പറച്ചിലേട്ടിട്ട് നല്ല പൈസ പൊട്ടിയും തോന്നുന്നു. മറ്റേ ആ ഏരിയയിൽ തന്നെ എത്ര വാടകയും പിന്നെന്തോ AC-ക്ക് തന്നെ ഒരു മാസം 3.5 ലക്ഷം, 2.5 ലക്ഷം കറണ്ട് ബില്ല് കൊടുക്കണെന്നൊക്കെ പറയണം. ഇൻവെസ്റ്റേഴ്സ് മിക്കവാറും കാണാം, ഇൻവെസ്റ്റേഴ്സ് ഇത് കാണുമ്പോൾ മിക്കവാറും കരയും. അതല്ല, ഇങ്ങനെ വിളിക്കുമ്പോഴും ഇത്രയും പേരിങ്ങനെ വേണം, ഇത്രയും സ്റ്റാഫ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അവിടെ തുടങ്ങുന്നു, കടവന്തര തുടങ്ങുന്നു, കാക്കനാട്, അങ്ങനെ ബ്രാഞ്ചസ് അവിടെ തുടങ്ങുന്നു. എന്നിട്ട് ഒരു മിസ് ഔട്ട് ആയി പോയാൽ നമ്മളെ തെറ്റാണ്. ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇത്രയും ബ്രാൻഡ് വാല്യൂ ഇതിനുണ്ട്. അപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ രീതിയിലൊരു ഇതും കൂടെ. അല്ല, അത് ഇതിൽ പറയുന്നുണ്ട്, പുള്ളിയും വേറൊരാളും കൂടെയാണ് 50%, ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വന്ന് അത് മൊത്തത്തിലൊരു ഷെയ്ഡിനെസ്. അല്ല, എന്തായാലും പുള്ളിക്കാര് ഇതിട്ടതെന്ന് വെച്ചാൽ ഒരു അവസാന ശ്രമം എന്നുള്ള രീതിയിലായിരിക്കും. അവസാന ശ്രമമല്ല, ഒരു തിരിച്ച് ആ ഒരു ബ്രാൻഡ് ഒന്നുകൂടെ കയറ്റി കൊണ്ടുവരാനുള്ള ഒരു ഇതും കൂടെ ആയിരിക്കാം. ചിലപ്പം ഇൻവെസ്റ്റേഴ്സിന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. പൈസ ഒരുപാട് പോയി, അവിടെ വീഡിയോയിൽ അങ്ങ് പറയാൻ കൂടെ ആയിരിക്കാം. അല്ല, പുള്ളി പറയണുണ്ട് മറ്റേ ഇപ്പൊ റണ്ണിങ്ങിലും നഷ്ടത്തിലാണ്. എന്തിന് അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞ, എന്തിന്? ഇത് ഹോട്ടൽ ബിസിനസ് ആണ് കേട്ടെടുത്തോളം എല്ലാരും പറയുന്നത് അത് ചെയ്യരുത്, റിസ്ക് കൂടുതലാണ്. നന്ദുകൃഷ്ണനൊക്കെ പറയുന്ന വെച്ചാൽ ഒരു കാലത്തും ചെയ്യരുത് ഈ റെസ്റ്റോറന്റ്. അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാള് ചെയ്യാതിരിക്കണം. ചെറിയ രീതിയിൽ തുടങ്ങി പഠിച്ച് കയറി വന്ന് അങ്ങനെ സ്റ്റാഫായിട്ട് നിന്ന് കണ്ട് എല്ലാം എഴുത്താണി കടയൊക്കെ അല്ലേ, അവരൊക്കെ ചെറിയ സെറ്റപ്പിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോഴും നല്ല പണ്ടോട്ടെ തുടങ്ങിയല്ലേ. അങ്ങനെയൊക്കെ അത് ലെഗസി ഒക്കെ വേണം. അല്ല, പുതിയതായിട്ട് തുടങ്ങുന്നവരൊക്കെ എനിക്ക് ഒട്ടുമിക്ക ഒരു സക്സസ് റേറ്റ് വളരെ കുറവാണ്, ഭയങ്കര കുറവാണ്. എപ്പോഴും തുടങ്ങും പൂട്ടും, തുടങ്ങും. കഴക്കൂട്ടത്ത് എപ്പോഴും പുതിയ കടകൾ വരും, പൂട്ടും. കുറച്ച് കഴിയുമ്പോൾ അവർ പൂട്ടും. വലിയ സെറ്റപ്പ്. നമ്മൾ ആദ്യം കയറി കഴിക്കുമ്പോഴത്തോന്നും ഒരു ഹോട്ടൽ ഇവിടെ ആയി, സന്തോഷമായി. നമുക്കിവിടെ തന്നെ മറ്റേ ഒരു കട ഉണ്ടായിരുന്നു തോന്നുന്നു, ഈ രാത്രി ബിരിയാണി കൊടുക്കണ ഒരു കട ഉണ്ടായിരുന്നു ആദ്യം, മെസ്. അതിപ്പോ കാണാൻ പോലും ഇല്ല. ഭയങ്കര ഹൈപ്പായി, കുറെ ഇതൊക്കെ ഔട്ട്ലെറ്റ് ഒക്കെ തുടങ്ങി, പിന്നെ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയി, അങ്ങനെ അത് പോയി.
ഇതിന്റെ മാനേജ്മെന്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഈ ഒരു ലാർജ് സ്കെയിൽ ആക്കുമ്പോ കയ്യിൽ നിന്ന് പോകും മിക്കവാറും ഉള്ളവർക്ക്. നമ്മളവിടെ പോത്തങ്കോട് എത്ര പൂട്ടുന്നു, ഹോട്ടലിൽ തുറക്കുന്നു പൂട്ടുന്നു. അതൊക്കെ നമ്മുടെ കരിയത്തെ ലാലോട്ട് 7 മണിയാകുമ്പോൾ കട്ടലിട്ടിരിക്കും. അത് ഒരു ഇത് 7 മണിക്ക് അടക്കി. അത് അവിടുത്തെ പുള്ളിയും അങ്ങനെയാണ്, അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു സ്ഥായി ഭാവത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ ഇനി ഇവിടെ ഒന്നുമില്ല, 7 മണി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകണം. കൂടുതൽ ലാഭം ഒന്നും ഉണ്ടാക്കാൻ നോക്കും. ഇല്ല പുള്ളി എനിക്ക് തോന്നുന്നില്ലടാ ലാഭം ഉണ്ടാക്കാനാണ്. അല്ലല്ല, പുള്ളിക്ക് ജസ്റ്റ് ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ വന്നിരിക്കുക, പോവുക. അങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഓടായിരിക്കും. അല്ല, ഈ ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ പോയപ്പോഴാണെന്ന് തോന്നുന്നു കുറെ ഇതൊക്കെ പൂട്ടി. കൂടുതൽ നമ്മളിപ്പം ഹോട്ടലിൽ അടുത്ത പ്രാവശ്യം പോകണമെങ്കിലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, കിട്ടണം. സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ചില ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ അവർ നോക്കും. ചില ഇപ്പം വെമ്പായത്തൊക്കെ ഒരു ഹോട്ടലുണ്ട്, പേര് പറയാനില്ല. ഹോട്ടലിൽ നമ്മൾ ആദ്യം നമ്മൾ പോകുമ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യം പോകുമ്പോഴേ അവര് സാർ എന്നൊക്കെ പറഞ്ഞ് കുറെ സവാളയും കുറച്ച് മീൻ കഷ്ണങ്ങളൊക്കെ എക്സ്ട്രാ ഇട്ട് തരും ആദ്യം. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഇഷ്ടപ്പെട്ട് അങ്ങനത്തെ ഒരു, പിന്നീട് അവര് മൈൻഡ് ചെയ്യില്ല. പിന്നെ ഇവ എന്നും പറഞ്ഞല്ലേ, പിന്നെ അങ്ങനെയില്ല. ആദ്യം നമ്മള് അവർക്ക് അറിയാം, ഈ അവിടെ അത് നോക്കണവർക്കും നടക്കണവർക്കും ഒക്കെ ആദ്യമായിട്ട് ഒരാള്, ഇപ്പം ആ ഹോട്ടലിൽ ആദ്യമായിട്ട് ഒരാള് വരണമെങ്കിലേ അവർ ശ്രദ്ധിച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ ആ സാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചളവൊക്കെ അടിച്ച് കുറച്ച് കോമഡിയൊക്കെ അടിച്ച് അവിടെ നിന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ വരുമ്പോഴേ അങ്ങനെ ഒരു പഴയ ഒരു അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഒന്നും അല്ല. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷിന്റെ ഇത് അതും ഓർമ്മിച്ചിരിക്കും. മറ്റേ 500 രൂപയാണ് 5000 രൂപയാണ് പറയുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അയ്യോ ഇനി പോവാളാ. അല്ല, നല്ല ഹോട്ടലാ. അല്ല, ഈ ഹോട്ടലുകളിൽ ഒരു സ്റ്റാഫ് മതി. ഈ ഒരു സ്റ്റാഫ്, ഒരാള് ഫ്രണ്ട്ലി ആയിട്ട് നല്ലപോലെ നിന്ന് കഴിഞ്ഞാൽ, ഒരാള് റോങ് ആയിട്ട് പെരുമാറിയാ എന്നാ നമുക്ക് പണ്ട് നമ്മൾ ഈ ഇന്റലക്ച്വൽ പോഡ്കാസ്റ്റിന്റെ സമയത്തൊക്കെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ കുറെ ഹോട്ടലുകളിലൊക്കെ പോയിട്ടുണ്ട്. അത് കുറെ എണ്ണം പൂട്ടിയും പോയി. നമ്മള് മറ്റേ സൈനിക് സ്കൂളിന്റെ അവിടെ ഒരു ഹോട്ടലിൽ പോയത് ഓർമ്മയുണ്ടോ? അത് ആദ്യമൊക്കെ പുള്ളി, എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ഓണർ മാത്രമാണ് ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഒരുമാതിരി അല്ലേ, നമ്മള് പോവാം അവിടെ സെറ്റ് ആവും അടിപൊളിയായി. പുള്ളി മറ്റേ നമ്മളെ കൊണ്ട് ഊട്ടിക്കും ഇങ്ങനെ കഴിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാ പുള്ളി. എപ്പോഴും അങ്ങനെ പുള്ളിക്കാരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ഈ സ്റ്റാഫുകള് അയ്യോ അതൊക്കെ ഭയങ്കര. പിന്നെ മറ്റേ കൊട്ടാരക്കരയില് മറ്റേ എഴുത്താണിക്കടയില് ഒരു ചേട്ടൻ ചാടി നിക്കണ ഒരു ചേട്ടൻ ഉണ്ട്. അങ്ങനെ ആടി ഒരു നമ്മള് ടിപ്പും കൂടെ കൊടുത്തു. അങ്ങനത്തെ പെർഫോമൻസ് ആണ്. മറ്റേ നമ്മള് കാലില് മറ്റേ സ്കേറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് ഇത് പുറത്തുള്ളവരൊക്കെ ചെയ്യൂലേ, അതേപോലെ അത്ര ഓട്ടമാണ് ഇങ്ങനെ വന്നിട്ട് ഇതുകൂടെ എനിക്ക് തോന്നുന്നു എല്ലാം കവർ ചെയ്യും. ആ പുള്ളി തന്നെ എല്ലാം കവർ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി ചോദിച്ചാൽ അത് സമാധാനമായിട്ട് നിന്ന് എല്ലാം പറഞ്ഞു. സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് വിജയിക്കാൻ വേണ്ടിയുള്ളത്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ബോറായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോകാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. നമ്മൾ പറഞ്ഞു വന്ന മൃണാളിന്റെ ഹോട്ടലിനെ പറ്റിട്ടാണ്. അയ്യോ നമ്മൾ പറഞ്ഞു വന്ന ഈ ഹോട്ടലുകൾ സക്സസ് ആവാനുള്ള ചെറിയ ടിപ്പുകൾ. നമ്മുടെ ഒരു കൺസൾട്ടന്റ് വോയിസ് സ്പീഡ് ഒരു സിറ്റിങ്ങിനുള്ള പൈസ. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേക അഭിപ്രായം പുതിയ ആളാണെങ്കിൽ തുടങ്ങാതിരിക്കുന്നതായിരിക്കും. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും കൂട്ടി ചെയ്യാം. അതായിരിക്കും നല്ലപോലെ പഠിച്ചിട്ടേ ചെയ്യാം. അല്ല, പുള്ളിക്കാരന് ഇത്രയും ഇതുണ്ടായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു ഇതാണ് ഈ ഒരു ഹോട്ടൽ. പുള്ളിക്കാരൻ ഒരു ബ്ലാക്ക് മാർക്ക് അല്ലേ. ഇനി വേറെ ഒരു കൺസൾട്ടന്റിനെ ആരെങ്കിലും വിളിക്കൂ. കൺസൾട്ടന്റ് ആരെ വിളിക്കൂ, ഇൻവെസ്റ്റ് ചെയ്യൂ. അതാ ഇപ്പം ഇത്രയും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തോണ്ട് ഇത്രയും പൈസ ഇതായിട്ടുണ്ടെങ്കിലേ അതൊരു വലിയ ബ്ലാക്ക് മാർക്കാണ് ഈ ബിസിനസ്സിൽ. കൺസൾട്ടന്റും കൂടെയാണ്
ലക്ഷങ്ങൾ സെറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങിക്കണല്ലേ. അപ്പോഴ് സ്വന്തം റെസ്റ്റോറൻറ്റിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാളാ. ഇനി എന്തൊക്കെ നല്ല സാധനങ്ങളും നല്ല ഇതും പൊല്യൂഷൻ എടുത്തെന്ന് പറഞ്ഞു. എല്ലാവരും പൊല്യൂഷൻ എടുക്കൂലേ? എല്ലാരും എടുക്കും. പക്ഷെ പുള്ളിക്ക് അതിന് ഭയങ്കര പൈസ. പൊല്യൂഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഫൈനൊക്കെ അടിച്ചു കിട്ടൂലേ? അതും പ്രത്യേകിച്ച് ഇത്രയും വലിയ കടയും ഇത്രയും സോഷ്യൽ മീഡിയയിലുള്ള ഇതൊക്കെ ആണെങ്കിൽ നോട്ട് ചെയ്യൂലേ? നോട്ട് ചെയ്യും. അല്ല, ഒരു കടയും അങ്ങനെ എടുക്കാറില്ല. പുള്ളിക്കാരൻ പറയണത് പുള്ളിക്കാരനാണ്, പുള്ളിക്കാരനെ കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് സംസാരമാണ്. വേറെ ആരും ചെയ്യാറില്ല. കേരളത്തിൽ ആദ്യമായിട്ട് തേങ്ങ കൂടുതൽ ഉപയോഗിച്ച് കറികളുണ്ട്. അത് 60 രൂപയിൽ തേങ്ങ ഉണ്ടായ സമയത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ച്. എല്ലാരും ഉപയോഗിക്കും, പക്ഷെ 60 രൂപ ഇല്ലാത്ത സമയത്താണ് ഉപയോഗിക്കുന്നത്. അതെ അതെ. പിന്നെ ആദ്യമായിട്ട് പൊല്യൂഷൻ NOC എടുത്തു. പിന്നെ ആദ്യമായിട്ട് ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കി. പൊല്യൂഷൻ ആദ്യമായിട്ട് എടുത്തു എന്നുള്ള രീതിയിലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അങ്ങനത്തെ ഒരു ചായല്ല പുള്ളി പറയുന്നത് ഇങ്ങനെ, മറ്റേ ഈ വേറെ ആരും ചെയ്യൂല. അല്ല, NOC എടുത്തു എന്തിന്? അങ്ങനെ മണ്ടൻ. മണ്ടനാ ഞാൻ മണ്ടനാ. അങ്ങനത്തെ രീതിയിൽ മറ്റേ ബ്ലെയിം സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മളെ വിക്ടിം പോലെ പാരന്റ്സ് നമ്മളെ മക്കളെ പറയുന്ന പോലെ ഞാൻ ഇത്രയും നല്ല കാര്യം ചെയ്തിട്ടും എന്താ എനിക്കിങ്ങനെ പറ്റി, അങ്ങനത്തെ ഒരു ടോണില്. അങ്ങനത്തെ ഒരു ടോണിൽ എന്തായാലും നമ്മൾ ഇനി എറണാകുളത്ത് ഇനി പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ നമ്മള് ഇതിന് പോകൂലേ, വീഗാലാൻഡ് വണ്ടർലായിൽ പോണ ദിവസം ചിലപ്പോ കയറി നോക്കാം. അല്ലേ, അവിടെ ഉണ്ടെങ്കിൽ കയറി നോക്കാം. കൺസൾട്ടന്റ് നമുക്ക് പറയാനുള്ള എന്തെങ്കിലും പറയാല്ല. പിന്നെ ഈ കൺസൾട്ടന്റ് ചെയ്തിട്ടേ അവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹോട്ടലിന് എന്തോ വലിയൊരു ലാഭം ഉണ്ടാവും, അങ്ങനത്തെ രീതിയിൽ നഷ്ടം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോഴത് പുള്ളിക്ക് ഒരു ബ്ലാക്ക് മാർക്ക് സേവ് ചെയ്യുന്നത്. പക്ഷെ പുള്ളി ഒരു കൺസൾട്ടന്റിന് തന്നെ പറ്റിയില്ല. ആ ബിസിനസ് സേവ് ചെയ്യാനോ ഭയങ്കര പ്രോഫിറ്റ് ആക്കാനോ പറ്റിയില്ല. അതൊരു ടൈപ്പ് ഓഫ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് പ്രോമിസ് പോലെയല്ലേ. അല്ല, എനിക്ക് എൻ്റെ ഇതിൽ ഇപ്പം പുള്ളി സ്വന്തം പൈസക്കാണ്. ഇപ്പോ പുള്ളിയുടെ ഈ ഐഡിയ ഒക്കെ ഫ്രഷാ, ഇവിടത്തെ ഇതിൽ ഇച്ചിരി ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് ട്രൈ ഔട്ട് ചെയ്യേണ്ട സംഭവമാണ്. ചിലപ്പോൾ വർക്ക്ഔട്ട് ആകും, ചിലപ്പോൾ വർക്ക്ഔട്ട് ആവില്ല. പക്ഷെ അത് സ്വന്തം പൈസക്കാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഈ ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഫേസ് ആയിട്ട് നഷ്ടത്തിലാവുക, അതൊരു മൊത്തത്തിലൊരു വശപശ. അല്ല, സ്വന്തം പൈസക്കാണ് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, സമ്മതിച്ച്, അതിന് കുഴപ്പമില്ല. പുള്ളി ട്രൈ ചെയ്തതാണ്, ഫെയിലായി പോയി. പക്ഷെ ഇതിപ്പം പുള്ളി കൺസൾട്ടന്റ് ആവുമ്പോ ബാക്കിയുള്ളവർക്ക് പേടിയാവൂലേ, ബാക്കി ബിസിനസ്സുകാർക്ക്? അത് പേടിയാവും. അല്ല, ഈ ഇൻവെസ്റ്റ് ചെയ്യണവും കൂടെ ചിന്തിക്കണമായിരുന്നു. ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണ ആൾക്കാരും കൂടെ ഇതിന്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നവര് കേൾക്കുന്ന ഇതല്ലേ, മറ്റേ 10 സ്റ്റാഫിന് അവിടെ വേണം, 20 സ്റ്റാഫിന് ഇവിടെ വേണം, ഇവിടെ തുടങ്ങാൻ പോവുകയാണ്, അപ്പൊ അവിടെ ഇൻവെസ്റ്റേഴ്സിന് തപ്പുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് ഫേസ് ഉണ്ടല്ലോ, ഫേസ് പുള്ളിയല്ലേ. അപ്പോഴും പുള്ളിക്കുള്ള ഹേറ്റും അതൊക്കെ അറിയാലോ. അങ്ങനെ നോക്കൂലടാ ചിലര്. ഇപ്പം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനില്ല, അവര് ഏതാണ്ട് ഇതേപോലെയൊക്കെയാണ് പറയുന്നത്. പുള്ളിക്കാരന്റെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ്. ഈ നമ്മള് സാധാരണക്കാര് ജനങ്ങള് കയറണ്ടേ. ജനങ്ങള് കയറണമെങ്കിൽ അവിടെ ഒരു ലൈക്കബിലിറ്റി എന്ന് പറയുന്ന സാധനം ഫേസ് ആയിട്ട് നിക്കണമെങ്കിൽ, അങ്ങനെ ബ്രാൻഡ് ചെയ്യണമെങ്കിൽ ലൈക്കബിലിറ്റിയും ഹേറ്റും ഉണ്ടെങ്കിലേ അവന്റെ കടയിൽ കയറണ്ടെന്നുള്ള ഒരു ചിന്താഗതി വരൂലേ. അത് പക്ഷെ ഈ ഹോട്ടൽ തുടങ്ങിയതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങൾ കാണുന്നത്. ഹോട്ടൽ തുടങ്ങുന്നതിന് ബാറ്റില്ലായിരുന്ന? അല്ല, ഞാൻ പറയണ ഇപ്പൊ പുള്ളി ഈ സാധനം ഈ അതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ മറ്റേ ഇവിടെ ഇത് തുടങ്ങാൻ പോണു, അവിടെ ഇത് ചെയ്യാൻ പോണു, 10 സ്റ്റാഫ് അണ്ടർ സ്റ്റാഫ്ഡ് ആണ് ഇപ്പം തിരക്ക് കൂടുമ്പോ ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്ന് കേൾക്കുമ്പോ നമ്മൾ എന്താ വിചാരിക്കുന്നത്? സക്സസ് ആണെന്നല്ലേ വിചാരിക്കും. അപ്പൊ സക്സസ് ആണെന്നേ വിചാരിക്കുള്ളൂ. പിന്നെ എന്ന് ലൈവില് വന്നിട്ട് പറയുമല്ലോ ഇവിടെ ഭയങ്കര തിരക്കാണ്, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ഞാനൊരു എനിക്ക് കാശുണ്ട്, ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാനിത് കേൾക്കുമ്പോ ഓക്കെ സക്സസ് ആണെന്നാണ് പുള്ളി പറയുന്നത് തോന്നും. ഇപ്പം അക്കൗണ്ട്സോ അല്ലെങ്കിൽ അത്രയും അക്കൗണ്ട്സ് ഒന്നും നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും, ചിലപ്പോ അറിയില്ല. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അവര് ഇതൊരു കൈൻഡ് ഓഫ് സ്കാമിൽ പെട്ട പോലെയാണ്. അല്ലാതെ ഇപ്പൊ പുള്ളിക്ക് ഇത്ര ഹേറ്റ് ഉണ്ട്, ഇതുണ്ട് എന്നുള്ളത്
ചിലപ്പോ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവര് ചിലപ്പോ ഇത് കൺസേൺ അത് ആയിരിക്കും. കൺസേൺ ആവൂലല്ലോ. റിട്ടേൺ കിട്ടിയാൽ മതി. പുള്ളി ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇത്രയും ഇവിടെ ഇത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ഇത് വരുന്നു. അപ്പോഴാണ് നമ്മളാണെങ്കിലും വിചാരിച്ചില്ല. അല്ല, എനിക്ക് ഇപ്പൊ പുള്ളി ഹേറ്റ് ആയാലും പുള്ളി ഹേറ്റ് പോവാതിരിക്കാനൊന്നും ഒരു മോട്ടീവ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോവും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴേ മനസ്സിലാവണത് പുള്ളി പറയണ പോലെ ഒന്നും ഇല്ലെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ പോയത് പ്രൈം ടൈമിലാ. എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ ആൾക്കാർ പറഞ്ഞ ഒരു ടൈമാ, വൈകിട്ട് ഒരു 8:30-9 മണി. അവിടെ അപ്പോഴ് നമ്മൾ 2 ടേബിളേ ഉള്ളൂ, നമ്മളും വേറൊരാളും കൂടെ ഉള്ളൂ. അതെന്ന് പറയുമ്പോ ഇത്രയും ഒരു പീക്കിലിരിക്കണ ടൈമില് നമ്മൾ വിചാരിച്ചു ഇതെന്താ ഒട്ടും തിരക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ വേറൊരു ഹോട്ടലിൽ കിട്ടാത്തയും ഒരു പബ്ലിസിറ്റിയാണ് കേരളം മൊത്തത്തില് കിട്ടിയത്. ആ പബ്ലിസിറ്റി ഉള്ള ഹോട്ടലില് ആളില്ല. അത് പഠന വിധേയമാക്കേണ്ടതല്ലേ? അതെ, പഠന വിധേയമാക്കേണ്ടതാണ്. പുള്ളി തന്നെ പഠന വിധേയമാക്കേണ്ടതാണ്. അത് നല്ലതായിരിക്കും. അല്ല, ബ്രാൻഡ് അവയർനെസ് മാത്രം പോരാ, അത് കൺവേർട്ടും കൂടെ ആവണ്ടേ. നമ്മള് പേര് മാത്രം എല്ലാരും അറിഞ്ഞാൽ പോരല്ലോ. അതെ, അത് കൺവേർട്ട് ആൾക്കാർ വന്ന് കഴിക്കുകയും കൂടെ ചെയ്യണ്ടേ. പിന്നെ നല്ല ഫുഡ് ആവണമെന്നും ഇല്ലല്ലോ. ബിസിനസ് എന്ന് വെച്ചാൽ നല്ല ഫുഡ് പുള്ളിക്കാരൻ കൊടുക്കുകയല്ലേ, എന്നിട്ടും ഓടുന്നില്ലല്ലോ. നല്ല ഫുഡ് കൊടുക്കുന്നു, നല്ല വൃത്തിയിൽ കൊടുക്കുന്നു, പിന്നെ അഫോർഡബിൾ റേറ്റിന് കൊടുക്കുന്നു, എന്നിട്ടും ആൾക്കാർ വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് പഠിക്കേണ്ടതാണ്. കാര്യം പുള്ളി മറ്റെന്തോ അതിൽ കമന്റിൽ കണ്ടേ തിരുവനന്തപുരത്ത് ആടുന്നെങ്കിൽ ഇത് ഓടിയനെന്നുള്ളൊരു ഇത് കണ്ടായിരുന്നു. ചിലപ്പോ കുറച്ചും കൂടെ ഓടാൻ ചാൻസ് ഉണ്ടായിരുന്നല്ലേ. തിരുവനന്തപുരക്കാര് തള്ളി പറഞ്ഞെങ്കിലും ചിലപ്പോ ഇവിടെ തുടങ്ങിയിരുന്നെങ്കിൽ. അല്ല, അന്ന് മറ്റേ അവരൊരു നമ്മളൊന്ന് നോക്കിയപ്പോ മറ്റേ ടിഫിൻ പോലത്തെ എന്തോ ഒരു പദ്ധതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ശ്രീകാന്തൊക്കെ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ, ഈ പൈസക്ക് റേറ്റിന് ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മേഖലയിലൊക്കെ ചിലപ്പം സക്സസ് ആയേനെ. അല്ല, കഴക്കൂട്ടത്ത് ശ്രദ്ധിച്ചപ്പോഴേ കഴക്കൂട്ടത്ത് അത്യാവശ്യം ഫുഡ് ക്വാളിറ്റി ഉണ്ടെങ്കിലേ ആൾക്കാർ വരും. കഴക്കൂട്ട ഏരിയ, ടെക്നോ പാർക്ക് ഏരിയയിൽ അങ്ങനെ ഫുഡിന് നല്ല രുചിയും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഫുഡാണെങ്കിൽ അങ്ങനെ ഒഴിഞ്ഞങ്ങനെ കിടക്കാറില്ല കഴക്കൂട്ടം മേഖല. ഫുഡ് ക്വാളിറ്റി നീ പണ്ട് പുള്ളി പറഞ്ഞ സാധനമാണ് നീ പറഞ്ഞ ക്വാളിറ്റി ഇല്ല. അല്ല, ഫുഡ് ക്വാളിറ്റി പുള്ളിയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം കൊണ്ടും ഉണ്ടല്ലോ. പക്ഷെ അത് ഇവിടെ ആ ഒരു നമുക്ക് അന്ന് ഒരു മിസ്മാച്ച് ആയിട്ട് തോന്നിയ ആ സ്പേസ് ആണ്. എനിക്ക് സ്പേസ് ആണ് മിസ്മാച്ച് ആയിട്ട്. ഇത്രയും വലിയ സ്പേസ് ഇങ്ങനെ ഫുഡും കൊടുക്കണം എങ്ങനെ? അത് പുള്ളിയുടെ ഒരു ആനമണ്ടത്തനമായിട്ട് തോന്നുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വില കുറവാ, അത്യാവശ്യം വില കുറവാണ്. AC നമ്മള് സാധാരണ ഒരു തട്ടുകടയിൽ പോകുമ്പോഴ് ഈ ഒരു വിലക്ക് നമുക്ക് ഫുഡ് കിട്ടും. ഫാന് പോലും ഇല്ല. അതില് ഫാനോ ഒന്നുമില്ല. വെള്ളം നല്ല വെള്ളമായിരിക്കൂല, കുടിക്കണ വെള്ളം, പിന്നെ കൈ കഴുകണ വെള്ളം, റണ്ണിങ് വാട്ടർ ആയിരിക്കൂല. അങ്ങനെയൊക്കെ നോക്കുമ്പോ എന്തുകൊണ്ടും തട്ടുകടയേക്കാൾ പ്രിഫർ AC-ലിരുന്ന് ഫുഡും കഴിക്കാം. എന്നിട്ടും അത് ആയി പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട ഒരു അവസ്ഥയും. അതെ, പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിരിക്കണമെങ്കിൽ എന്തോ അഫക്റ്റ് ആയി കാണാണ്. മൃണാൾ ഇങ്ങനെ ഒന്ന് പറയണമെങ്കിൽ എന്തുമാത്രം അഫക്റ്റ് ആവാതെ പുള്ളി ഇങ്ങനെ ഒന്ന് പറയൂല. അതാണ്. പക്ഷെ എനിക്ക് മൊത്തത്തില് ഒരു എന്നുവെച്ചാ ഈ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പറയാൻ വേണ്ടി ചെയ്ത പോലെ തോന്നുന്നു. എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം നമുക്ക് ഇപ്പൊ സിനിമ മറ്റേ ചില സംവിധായകർ പറയൂലേ, സിനിമ വിജയിക്കാത്തത് റിവ്യൂക്കാർ മാത്രം. അങ്ങനെ എന്നുവെച്ചാൽ പ്രൊഡ്യൂസർ അല്ലേ പൈസ മുടക്കിയത്. എന്റെ സിനിമ പൊട്ടിയത് റിവ്യൂക്കാർ മാത്രം കൊണ്ടാണ്, അല്ലെങ്കിൽ പൊട്ടൂലായിരുന്നു. അങ്ങനത്തെ രീതിയിൽ പഴിക്കാമല്ലോ, ആ ഒരു ലൈനായിരിക്കും. അതെ, എനിക്ക് അങ്ങനത്തെ സംഭവം ചിലപ്പം ഓടുന്നുണ്ടെന്നല്ലേ ഇപ്പൊ കണ്ടപ്പോ ഓപ്പൺ എന്നൊക്കെ അല്ലേ നമ്മള് ആപ്പിൽ ഓപ്പൺ തന്നെ കാണിക്കണം. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ഇവര് ഇപ്പോഴും മറ്റേ ലോസിലാണ് ഓടുന്നതെന്നാണ് പറഞ്ഞല്ലേ. അതെ, ലോസിലാണ് ഓടുന്നതെന്ന് പറഞ്ഞതാണ്. ലോസിലാണെങ്കിൽ ഓടണമെങ്കിലേ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോ മാസം തോറും ഇങ്ങനെ വാടകയും സ്റ്റാഫിന്റെ പൈസയും കറണ്ട് ബില്ലും ഒക്കെ ആകുമ്പോൾ ലക്ഷങ്ങളായിരിക്കും മാസം കൊടുക്കാനുള്ളത്. അതൊക്കെ താങ്ങണ്ടേ? നഷ്ടമല്ലേ? നഷ്ടമാണ്. പക്ഷെ എനിക്ക് അതാ ഇത് ഈ മറ്റേ ഇൻവെസ്റ്റ് ചെയ്തവരുടെ അടുത്ത്
പൈസ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ പോലെ തോന്നുന്നു. അത് ഇത് കൂട്ടാറായി അങ്ങനത്തെ രീതിയിൽ പറയണം പോലെ അല്ലേ? അങ്ങനത്തെ രീതിയിൽ പറയുമ്പോൾ പോലെ എനിക്കിത് ഫീലിംഗ്. അതാണെങ്കിൽ റോങ് ആണ്. എന്തായാലും നമുക്ക് ആ ഭാഗത്തൂടെ പോകുമ്പോ കേറി നോക്കാം. പോകുമ്പോ നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടാം. ശ്രീകാന്ത് ഇനി അവിടെ പോകില്ലല്ലോ. എന്തായാലും നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ കണക്ക് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിനെ ബാധിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ആൾക്കാർക്ക് എന്താണ് ഇത്ര ചുരുക്ക് നമ്മളോട്? അതെ അതെ, ബഹുമാനമില്ലായ്മ. അതത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഇത്രേ ഉള്ളൂ. ഒരു ദിവസം കഴിയുമ്പോൾ അത് സത്യം കേട്ടോ. അത് ഈ മറ്റേ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എന്നല്ലേ കാര്യം, യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ തന്നെയാണ്. മറ്റേ ഈ സിനിമാ നടൻ അങ്ങനത്തെ രീതിയിൽ പോണ സംഭവം ഒന്നും അല്ലല്ലോ. സാധാരണ എല്ലാ മനുഷ്യരും. പക്ഷെ ഇവര് എലീറ്റിസം ചുമ്മാ വെറുതെ എലീറ്റിസം വരുന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ ആയിട്ടുള്ള ആൾക്കാരാ. പക്ഷെ അവര് വീഡിയോ എടുക്കുന്നതന്നെ ഉള്ളൂ. എലീറ്റിസം, ഫേക്ക് എലീറ്റിസം ആണ് വരുന്നത്. ഫേക്ക് ആയിട്ട് നമ്മളെ എലീറ്റ് അല്ലെങ്കിലും എലീറ്റിസം അങ്ങ് കാണിക്കുന്നു. ഞാൻ എന്തോ നിങ്ങളെക്കാട്ടി വലിയൊരു ആളാണല്ലോ എന്ന് ഫോഴ്സ് ചെയ്ത് കാണിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വേറൊരു രീതിയിലും ആവും. അല്ല, അത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലും അല്ല. ഒരു ആർക്കാണേലും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് ഫേമസ് ആവും. പെട്ടെന്ന് ആ ഒരു വൈറാലിറ്റി പോവുകയും ചെയ്യും. ഒരു ഇടയ്ക്ക് വെച്ച് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കണം. ഇപ്പൊ ചേട്ടനെ കാണാൻ പോലും ഇല്ല. പുള്ളി ഫുഡ് കഴിക്കും, ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഉരുട്ടി കഴിക്കുന്ന പുള്ളി ഇപ്പൊ കാണാനില്ലല്ലോ. അതെ അതെ. അപ്പൊ അതല്ല, കഴിക്കുന്നില്ല എന്നല്ല, പുതുമ കഴിയുമ്പോ അതങ്ങ് പോകും. അതാണ് ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മള് എല്ലാ സാധാരണ ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു എലീറ്റിസം എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. ഒറ്റ ദിവസം മതി പോവാനെന്ന് നമുക്ക് ഇതിന്നൊക്കെ മനസ്സിലാക്കാം. ഒറ്റ ദിവസം മതി. നമ്മുടെ പ്രതാപവും നമ്മുടെ ഒരു ഇതും അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വേണോ ഇത് ആൾക്കാർ കാണാതാവും. ആൾക്കാർ കണ്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം നമ്മളെ വീഡിയോ കാണാൻ, ഒരു ഇൻട്രസ്റ്റ്, നമ്മളെ വീഡിയോ കാണാൻ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കാണുമല്ലോ. അതെവിടെയെങ്കിലും ചെറിയൊരു രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോകും. അല്ലെങ്കിൽ ഇപ്പം പേളി മണിയുടെ വീഡിയോ ഒക്കെ ഇത്രയും 33K എന്നൊക്കെ പറയുമ്പോൾ 40K എന്ന് പറയുമ്പോൾ അതെന്ത് സംഭവിച്ചെന്ന് അതും പഠന വിഷയമാക്കണം. അതല്ല, അത് ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇത്രയും വ്യൂസ് എന്താ അത്രയും മെച്യൂർ ഓഡിയൻസും ഇത് അത്രയും അവെയർ ആയിരുന്നു എന്ന് വെച്ചാൽ മെച്യൂർ ഓഡിയൻസ് എന്തായാലും കാണുമല്ലോ. മെച്യൂർ ഓഡിയൻസ്, TV ഓഡിയൻസ്, ഇപ്പം നമ്മുടെ പ്രായമുള്ള അമ്മമാര്, എൻ്റെ അമ്മയുടെ പ്രായം, അങ്ങനെയുള്ള ആൾക്കാരും ഫാമിലി ഓഡിയൻസ് ഒക്കെ കാണുമല്ലോ. അവരും ഇത്രയും ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്താണ്? അതോ സോളോ പോയോണ്ടായിരിക്കുമോ? ചിലർ സോളോ പോയോണ്ടായിരിക്കും. വലിയ ആൾക്കാർക്ക് ചിലപ്പോ അവര് കൂടെയുള്ള കോംബോ ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. അങ്ങനെ ആയിരിക്കും. ഫാമിലി, അവർക്ക് ഫാമിലി ഓഡിയൻസ് ആണല്ലോ അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അവരൊക്കെ എപ്പോഴും ഫാമിലി ടൈപ്പ് വ്ളോഗ്സ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. മറ്റേ ഏതെങ്കിലും പോഡ്കാസ്റ്റിനൊക്കെ കൊച്ചു പിള്ളേരെ കാണിക്കുന്ന അങ്ങനത്തെ പോഡ്കാസ്റ്റിനൊക്കെ ഭയങ്കര വ്യൂസാണ്. സോ പിള്ളേരുള്ളത് ഭാഗ്യം. പിള്ളേര് വലുതായി കഴിഞ്ഞാൽ ആലോചിക്കാൻ അതും പോകും. പിള്ളേരാണെങ്കിൽ ചടപടയെന്ന് പറഞ്ഞ വലുതാവുകയും ചെയ്യും. ക്യൂട്ട്നെസ്സേ നമ്മൾ ഈ സ്റ്റിക്കറിൽ മാത്രമേ ആ പിള്ളേർ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അല്ലാത്തത് പിള്ളേരൊക്കെ വലുതായി കാണും. എന്റെ ഈ വാട്സാപ്പിലൊക്കെ അയക്കുന്ന സ്റ്റിക്കറുള്ള ആ പിള്ളേരൊക്കെ ഇപ്പൊ വലുതായി പെട്ടെന്ന് വളരും. മറ്റേ ഒരു ഇതുണ്ട്, വെയിറ്റ് എ മിനിറ്റ്, വയസ്സായി നമ്മളെ കാട്ടി പ്രായമുണ്ട്. അത് അങ്ങനെ ഇപ്പൊ കണ്ട ആ ക്യൂട്ട്നെസ് ഫാക്ടർ എന്ന് പറയുന്ന സംഭവം, അത് പിള്ളേര് വലുതാവും തോന്നും ക്യൂട്ട്നെസ് അങ്ങ് പോകും. എന്തായാലും പുള്ളിക്കാരി ഫാമിലി വ്ളോഗ് ചെയ്യുമ്പോ അറിയാം പ്രതാപ് പോയോ ഇല്ലേ എന്നുള്ളത്. തിരിച്ചുവരും. എനിക്ക് അല്ല, പോയോ ഇല്ലേന്ന് വ്ളോഗ് ഇടുമ്പോ അറിയാൻ പറ്റും. എന്തായാലും നമ്മളൊക്കെ ഇപ്പൊ ഒരേ ലൈനാ, ഒരേ അതിങ്ങനെ കുത്തി ഇങ്ങനെ പറയേണ്ട ആവശ്യം. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ദാസനൊരു ഫാമിലി തുടങ്ങി, ഫാമിലി സ്റ്റാർട്ട് ചെയ്ത് അതൊരു വ്ളോഗ് ആക്കി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വ്യൂസ് കിട്ടും. 1 മില്യൺ കിട്ടാൻ സാധ്യത ഉണ്ട്. 1 മില്യൺ എടാ, അവന് ഐഡിയ ഉണ്ട്. 1 മില്യൺ ഐഡിയാസ് ഒക്കെയാണ് അവൻ പറയണത്. പ്രസവിക്കുക,
$1 billion ഐഡിയാസ് ഒക്കെ ദാസിന്റെ മനസ്സിലല്ല. വ്യൂസ് ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ചെന്ന് പെണ്ണ് കാണാൻ ചെന്ന് പറയുമ്പോ അവര് പ്രസവിക്കുക, കല്യാണം കഴിക്കുക. ആലോചന ഒരു ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ഹോൾ ലൈഫ് ഈസ് എ കണ്ടന്റ്. അത് പാട് തന്നെ. നമുക്കിപ്പോ അങ്ങനെ പാടില്ലല്ലോ. കുക്കിംഗ് എടുക്കുക, നമ്മളെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു മറ്റേ ഫാമിലി അങ്ങനെ അറ്റാച്ച്ഡ് അല്ല, മറ്റേ അറ്റാച്ച്ഡ് അല്ല, ഫാമിലി വ്ളോഗ് അല്ല ചെയ്യണം. ഈ പേഴ്സണൽ സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ലല്ലോ. പക്ഷെ ഇപ്പൊ ചില അവരൊക്കെ പേഴ്സണൽ ലൈഫും കൂടെ സ്റ്റൈലൊക്കെ ചെയ്യുന്നവർക്ക് എല്ലാം കാണിച്ച് പറ്റത്തുള്ളൂ. കണ്ടന്റ് വേണമെങ്കിൽ. പക്ഷെ അങ്ങനെയാണ് അവര് കൊണ്ടുപോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അത് ആ ഒരു ബബിള് എപ്പോഴാണോ പൊട്ടാം അല്ലേ? ബബിൾ പൊട്ടാ അത് പേഴ്സണൽ ലൈഫിൽ അത് കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ അതൊക്കെയാണ് ഗൈസ് ഇപ്പോഴും ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങൾ. നമ്മളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് നടക്കുന്ന ഉല്ലാസ് ഓൺലൈൻ പോലത്തെ കെടുകെട്ടിയ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലല്ല ഓൾഡ് സ്കൂൾ ബോയ്സ്. മറ്റേ ഈ KL10 ബ്രോയാ പുള്ളി ഇപ്പോഴും വ്യൂസ് ഒക്കെ ഉണ്ടോ പുള്ളിക്ക്? ഇപ്പൊ സബ്സ്ക്രൈബർ കൂടുന്നുണ്ട്, വ്യൂസ് ഉണ്ടോന്നുള്ള ആരും അറിയത്തില്ല. പക്ഷെ ഒന്നും കാണാറില്ല കേട്ടാ, പുള്ളി കാണാനില്ല ഇപ്പൊ. പക്ഷേ വേൾഡിൽ ടോപ്പ് തന്നെ ഈ കേറി സബ്സ്ക്രൈബർ കൗണ്ട് എനിക്ക് തോന്നുന്നു 2ാമതോ 3ാമതൊക്കെ ഉണ്ട് ഈ കേറി പോകുന്നതില്. അങ്ങനത്തെ അതൊക്കെ എന്തോ ഒരു മായാജാലമാണ് അതൊക്കെ. അത് ഞാൻ പഠന വിഷയമാക്കേണ്ട. അല്ല കാര്യം നമ്മളിപ്പോ മിസ്റ്റർ ബീസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുമ്പോഴേ അവരൊക്കെ അറിയാം ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം. അല്ല ഈ മിസ്റ്റർ ബീസ്റ്റിന്റെ കണ്ടന്റ് എന്നൊക്കെ പറയുമ്പോ അവര് മറ്റേ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ ഉദ്ദേശിച്ചിട്ടാണല്ലോ ഒരു ഗെയിം അങ്ങനെ ചാലഞ്ച് അങ്ങനത്തെ രീതിയിലൊക്കെ ആണല്ലോ. അപ്പൊ അത് മനസ്സിലാവും. ഇവര് കൂടുതലും എനിക്ക് റീലിലാണ് കയറി പോണേന്ന് തോന്നുന്നത്. കുട്ടികളുടെ കുറച്ച് റീലുണ്ട് അവരുടെ, ടോം ആൻഡ് ജെറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പണ്ട് കണ്ടത്. അതിലും കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ചിലപ്പം അഫക്ട് ചെയ്യാം. അല്ല ഇത് കുട്ടികളുടെ സാധനത്തില് എന്തേലും ഒരു ഇത് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? റെസ്ട്രിക്ഷൻസ് അതായത് ഇപ്പം ഇത്രയും വയസ്സിന് താഴെയുള്ളവരെ ഇതിൽ കാണിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. അല്ല ഇപ്പൊ ഫോറിൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവര് അങ്ങനെ കാണിക്കുന്ന കുറവാണ് ഈ കുട്ടികളെയൊക്കെ. എന്നുവെച്ചാൽ അവർക്ക് എന്തോ പോളിസിയൊക്കെ ഉണ്ടെന്ന് തോന്നണം അവിടെ. അറിയാൻ വയ്യ. ഇപ്പം മറ്റേ ഫേമസ് ആയിട്ടുള്ള കേസി എടുത്ത് നോക്കിയാൽ കൊച്ചുങ്ങളെ കാണിച്ചിട്ടില്ല, ഫേസ് കാണിക്കാറില്ല. അവരുടെ പ്രൈവസിക്കും കൂടെ ഒരു ഇത് കൊടുത്തിട്ടാണ് അവര്. പക്ഷെ അത് OG ക്രിയേറ്റർ, അത് പണ്ടുള്ള ക്രിയേറ്റർ. ഞാൻ കാണുന്ന ഫോറിൻ ക്രിയേറ്റേഴ്സ് ആരും അങ്ങനെ കൊച്ചുങ്ങളെ ഫേസ് കാണിച്ചിട്ട് ഇടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് അവര് പ്രൈവസിക്ക് വേണ്ടി കൊടുക്കുന്നതായിരിക്കും. അത് നിയമമായിരിക്കുമല്ലോ ചിലപ്പം അവര് പേഴ്സണലായിട്ട്. ഈ പണ്ടത്തെ കുറച്ച് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെ ഇന്റർനെറ്റ്, നമ്മളൊക്കെ ഇന്റർനെറ്റിന്റെ കൂടെ വളർന്നു വന്ന ഒരു ഇതാണല്ലോ, ഒരു ഫേസ് ആണല്ലോ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ അറിയാം ഈ ഇന്റർനെറ്റിൽ പോകാൻ പറ്റുന്ന എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മളൊരു ഫോട്ടോ തന്നെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഇപ്പൊ ആണുങ്ങളുടെ ഫോട്ടോ തന്നെ മോർഫ് ചെയ്ത് എന്തോ സംഭവം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ടെലിഗ്രാമിൽ വരുന്നു. ഇറ്റ്സ് എ ഡേഞ്ചറസ് പ്ലേസ്. കൊച്ചു പിള്ളേർക്ക് അതൊരു കാര്യവരുടെ പെർമിഷൻ പോലും ഇല്ലാതെയാണ് ഇടുന്നത്. അപ്പൊ അതൊരു ഈ കണ്ടന്റും കൂടെ ഇടുമ്പോഴേ കാര്യം ഈ കൊച്ചു പിള്ളേർക്ക് ഫാൻസ് ഒക്കെ പെട്ടെന്ന് കൂടുകയും ചെയ്യും. പിന്നെ ബാലവേലയല്ല, ഇപ്പൊ ബാലതാരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർക്കും അതും പെർമിഷൻ എടുക്കുന്നില്ലല്ലോ കുട്ടികളാ. ബാലതാരമായിട്ട് അഭിനയിക്കുമ്പോ അവർക്ക് പെർമിഷൻ ഇല്ലല്ലോ. ഇപ്പൊ കൈക്കുഞ്ഞിനെയൊക്കെ വെച്ച് ഉപ്പുമുളവിലൊക്കെ കൊച്ചു അവിടെ ജനിച്ച് വലുതായതാ തന്നെ. ആ കൊച്ചു ഇത്രയായി. ഞാൻ പണ്ട് കണ്ടപ്പോ ഇത്ര കൊച്ചായിരുന്നു. അല്ല അപ്പം അങ്ങനത്തെ സംഭവം അപ്പൊ പറ്റില്ല വ്ളോഗിൽ. അത് നമുക്ക് പറയാൻ പറ്റൂല. വ്ളോഗിൽ ഇത് ചെയ്യാമെങ്കിൽ. പക്ഷെ ഞാൻ പറയണത് ഇപ്പോ സിനിമയോ അല്ലെങ്കിൽ സീരിയലിലോ എന്ന് പറയുമ്പോ ഒരു കഥാപാത്രം, ആ കൊച്ചു ഒരു കഥാപാത്രം. ഇതെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ്. ഇന്ന് കൊച്ചപ്പിട്ടത് നാളെ പാഡ് ഇടുന്നത് എല്ലാം കാണിക്കുമല്ലോ. അതൊക്കെ അപ്പൊ അവരുടെ ഹോൾ സൈക്കിളിൽ മൊത്തം അറിയാമല്ലോ. അല്ല അത് ഈ പാരന്റ്സിന്റെ ഒരു ഇതുപോലെയാണ് ഈ കൊച്ചു കുട്ടികളെ കാണിക്കുന്നതും കാണിക്കാതിരിക്കുന്നതും. അപ്പൊ അവരുടെ കുട്ടിയെ അവർക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിക്കും, അത്രേ ഉള്ളൂ. അതിന് നിയമം ഉണ്ടായില്ലെന്നൊന്നും അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. നിയമൊന്നും ഇല്ലെന്തോ. അല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ ഈ നമ്മള് കൊച്ചു
നമുക്കൊക്കെ അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നല്ലോ, ടു ഡു വാട്ട് എവർ വി തോട്ട് ഓഫ്. അത് വീഡിയോ ഒന്നും എടുക്കൂലല്ലോ, ഒന്നും പബ്ലിഷും ആക്കൂല. അത് ഇവർക്കില്ലല്ലോ. അതില്ല അത് ഇപ്പം ഡയറി ഇപ്പൊ എല്ലാരും ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഡിജിറ്റൽ ഡയറി പോലെ ഒരു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വേണം എന്നുള്ള ഒരു ഇതുണ്ട്, എല്ലാരും ചെയ്യുന്നുണ്ട്. അപ്പോഴതില് അവര് ഡിജിറ്റൽ ഡയറി പോലെ അങ്ങ് ഇടുന്നു. സൂക്ഷിക്കുന്നതിന് കുഴപ്പമില്ല, ഈ അൺലിസ്റ്റഡ് ആക്കി പേഴ്സണൽ ആക്കി പബ്ലിക് ആക്കി ഇടുമ്പോഴിൽ ഉള്ള ഒരു ഇത് ഞാൻ പറഞ്ഞു. ഭാവിയിലത്തെ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്നേ ക്യാൻസൽ ആയി. അതെ ഇനി കൂടുതൽ നമ്മൾ തന്നെ ക്യാൻസൽ ആവാതെ അല്ലെ പറഞ്ഞ വെള്ളം വെച്ച് കളയാതെ നമുക്ക് തമ്മിലങ്ങ് നിർത്തുന്നതായിരിക്കും ഉചിതം. അതെ നമുക്ക് അറിയാൻ പറ്റൂല നമ്മൾ എന്ത് പറയുന്നതായിരിക്കും ഇന്റർനെറ്റിൽ നമുക്ക് ബലം തടിയാവുന്നതെന്ന് പറയാൻ പറ്റൂല. നമ്മളിപ്പോ സംസാരിക്കുന്നതൊക്കെ എന്ത് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേളിമണി വിചാരിച്ചു കാണൂല ആ പോസ്റ്റാണ്, ആ സ്റ്റോറി ഇട്ടത് എന്റെ ഡൗൺഫാളിന് വരുമെന്ന് എന്തായാലും മനസ്സിൽ പോലും ചിന്തിക്കുമല്ലോ. ഒരു സ്റ്റോറിയിൽ അല്ല, ആ ഒരു സ്റ്റോറി ഇട്ടത് കാരണമല്ലല്ലോ, സ്റ്റോറി ഇട്ടതിന് ശേഷം ഉണ്ടായ പുള്ളിക്കാരുടെ 5 ലക്ഷം പേര് ക്യാൻസൽ ചെയ്തില്ലേ, അൺഫോളോ ചെയ്തില്ലേ. പോലത്തെ സാധനമായിരുന്നു. അതെ ഒരു ചെറിയൊരു സ്റ്റോറി മതി. അതെ ഇത്രയും വലിയൊരു ഇത് എന്ത് വേണോ ആ ഒരു സംഭവിക്കാം. ഈ സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് വെരി സ്ട്രേഞ്ച് പ്ലേസ്. അതെ ഗൈസ്, ഇന്റർനെറ്റ് ഈസ് എ സ്ട്രേഞ്ച് പ്ലേസ്. അപ്പോൾ നിങ്ങളെല്ലാവരും കോഷ്യസ് ആയി സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക. എപ്പോൾ വേണേലും നിങ്ങളെ തിരിഞ്ഞു കൊത്താവുന്ന സാധനമാണ്. അതെ അപ്പോൾ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയാം. നമ്മളത് കുറച്ച് താമസിച്ച ഈ ടോപ്പിക്സ് എടുക്കാൻ. അപ്പൊ എന്തായാലും നിങ്ങൾ പഠന വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പൊ അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ചെയ്യുകയാണ്. പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണുമ്പോൾ ബൈ.